തിങ്ക് അബൌട്ട് യുവർ വേസ്. നിങ്ങളുടെ വഴികളെ ഒന്ന് പുനർവിചിന്തനം ചെയ്യുക. അങ്ങനെയെങ്കിൽ ഇന്ന് ഏതാനും പുതിയ നിയമം സമ്മാനിക്കുന്ന, ക്രിസ്തു നടന്ന, നമ്മളെ നടക്കാൻ ക്ഷണിക്കുന്ന ചില വഴികളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കാം. നമ്മുടെ ക്രൈസ്തവ ആരാധന ജീവിതത്തിലെ ആദ്യത്തെ പെരുന്നാൾ ഏതാന്ന് പറയാമോ? കൂദോശീത്തോയിലാണ് ആരാധന വർഷം ആരംഭിക്കുക. അങ്ങനെയെങ്കിൽ നവംബർ മാസം കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ പ്രധാന പെരുന്നാൾ ഏതാ? നമ്മുടെ കർത്താവിന്റെ ജനന പെരുന്നാളാ. 25 നോമ്പിനോട് ചേർന്ന്, അല്ലേ? പൗരസ്ത്യ പാരമ്പര്യത്തിൽ ശരിക്കും 25 ദിവസമല്ല നോമ്പ്, 40 ദിവസമാണ്. നമ്മളിങ്ങനെ വെട്ടിച്ചുരുക്കി അത് 25 നോമ്പാക്കി ചുരുക്കിയിരിക്കുക. അവിടെയും ചില വിശ്വാസികൾ പറയാറുണ്ട് 25 നോമ്പ് അച്ഛന്മാര് നന്നാകാനുള്ള നോമ്പാ, അതുകൊണ്ട് അവരെടുത്താൽ മതി, ഞങ്ങൾക്ക് ഏത് നോമ്പേ ഉള്ളൂ, 50 നോമ്പും 3 നോമ്പും. അവിടെയാണ് വളരെ പ്രകടമായി ഒരു ആത്മീയ ജീവിതത്തിന്റെ ആരംഭത്തിൽ ഒരു വ്രതം എടുക്കുന്ന ഏതാന്ന് ചോദിച്ചാൽ കർത്താവിന്റെ ജനന പെരുന്നാളിന് വേണ്ടിയാണ്. അങ്ങനെയെങ്കിൽ ഈ ജനന പെരുന്നാളിൽ ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്ന ഒരു ഇടത്തിലാണ് ആദ്യത്തെ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഒന്നാം പടി, ഒന്നാം സ്ഥാനം, അല്ലെങ്കിൽ ആദ്യം നടക്കേണ്ടുന്ന വഴി ഈ ജനന പെരുന്നാളിൽ നാം കണ്ടെത്തുന്ന ഒരു വഴിയാ. അത് മറ്റൊരിടവുമല്ല, ബേത്ലഹേമിലേക്കുള്ള വഴിയാ. ഈ വഴിക്കൊരു പ്രത്യേകതയുണ്ട്, അത് അന്വേഷണങ്ങളുടെ വഴിയാ. എന്താണ് അന്വേഷണങ്ങളുടെ വഴി? ബേത്ലഹേം എന്ന വാക്കിന്റെ അർത്ഥം പറയാമോ? അപ്പത്തിന്റെ ഭവനം, അല്ലേ? അപ്പത്തിന്റെ ഭവനം എന്ന പേരിന്റെ അർത്ഥം. എന്നാൽ എന്താണ് അന്വേഷണങ്ങളുടെ വഴിയിലേക്ക് ബേത്ലഹേമിനെ മാറ്റുന്നതിന്റെ കാരണം? ലോകത്തിന് ഒരു രക്ഷകൻ ഇന്നയിടത്ത് ജനിക്കുമെന്ന് ഗ്രന്ഥം പറയുന്ന ഇടം, വേദപുസ്തകം പറയുന്ന ഇടം ബേത്ലഹേം ആണ് എങ്കിൽ ഈ വാർത്ത അറിയുന്ന വിദ്വാൻമാരെ കുറിച്ച് സുവിശേഷങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്, അല്ലേ? ലോകത്തിലേക്കും ജ്ഞാനികളായ മനുഷ്യർ, 3 എന്ന സംഖ്യ ജ്ഞാനികളെ കുറിച്ച് വേദപുസ്തകം പറയുന്നില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ 3 എന്ന് നിജപ്പെടുത്തിയത്? അവര് ദൈവസന്നിധി വെച്ച കാഴ്ചകൾ ഏതൊക്കെയായിരുന്നു? പൊന്ന്, അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ആദ്യം ഏതേ പറയത്തുള്ളൂ. ഇപ്പൊ എത്രയാ പവന് വില? 70 മേളിലുണ്ടെന്നാ പറയുന്നത്, അല്ലേ? അപ്പോഴാണ് ഒന്നാമത് വെച്ചത് എന്താണ്? പൊന്ന്, മൂര്, കുന്തിരിക്ക. 3 കാഴ്ചകൾ വെച്ചത് കൊണ്ട് നമ്മളങ്ങ് അടിസ്ഥാനപ്പെടുത്തുകയാണ് എത്ര വിദ്വാൻമാർ പോയി? 3 പേര്. അവരെ കുറിച്ച് വേദപുസ്തകം പറയുന്നതും നമ്മുടെ ആരാധന ക്രമങ്ങളും പറയുന്നത് ലോകത്തിലേക്കും വെച്ച് ജ്ഞാനികളായ 3 മനുഷ്യരാ. ജ്യോതിശാസ്ത്രം അറിയാവുന്ന, വാനനിരീക്ഷണം അറിയാവുന്ന, പ്രകൃതിയെക്കുറിച്ചും പ്രകൃതി ശക്തികളെക്കുറിച്ചും ബോധമുണ്ടായിരുന്നവരായിരുന്നു ആര്? ഈ ജ്ഞാനികൾ. ലോകപ്രകാരമുള്ള എല്ലാ ജ്ഞാനങ്ങളും സമ്പാദിച്ചവർ. അവർക്കാണ് രാത്രിയിൽ ഒരു അറിവ് കിട്ടുക, ലോകത്തിന്റെ രക്ഷകൻ ഉദയം ചെയ്തിരിക്കുന്നു. അവരിറങ്ങി പുറപ്പെട്ട ആ യാത്രയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഒന്നാം മാതൃക, അന്വേഷണങ്ങളുടെ ആ യാത്ര. ആ രാത്രിയിൽ അവരിറങ്ങി പുറപ്പെടുന്നത് ഈ അന്വേഷണ ത്വരയുമായിട്ടാ. അവർ വിചാരിച്ചു ഒരു രക്ഷകൻ ലോകത്തിന്റെ ഉദയം ചെയ്തിട്ടുണ്ട്, എവിടെയായിരിക്കാം? അതുകൊണ്ട് അവരുടെ യാത്ര ആദ്യം ചെല്ലുന്ന ഇടം എവിടാ? ഒരു കൊട്ടാരമാണ്. ആണോ? അവർ വിചാരിച്ചു ലോകത്തെ ഉദ്ധരിക്കുന്ന രക്ഷകൻ എവിടെയേ നിർബന്ധമായി ജനിക്കത്തുള്ളൂ? ഭൗതികമായ സാഹചര്യങ്ങളുള്ള, എല്ലാ സമൃദ്ധിയുമുള്ള, അധികാരവും കിരീടവും ചെങ്കോലുമുള്ള ഇടത്തായിരിക്കും ലോകത്തിന്റെ ഉദ്ധാരകൻ ജനിക്കുക, അല്ലേ? അവിടെയാണ് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ എങ്ങനെയാ ഓർത്തഡോക്സുകാരായ? അർത്ഥാറ്റ് വള്ളി വന്നിട്ട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോ വെച്ചാ, അല്ലേ? പടിയോല കയ്യിലുള്ളവര്, എത്രയോ പിതാക്കന്മാർക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ളവര്, എത്രയോ വർഷത്തിന് പാരമ്പര്യമുള്ളവര്. നിങ്ങളിക്കണ്ട, താഴെ ഇറങ്ങിയിട്ടൊന്ന് ചിന്തിച്ചേ, എന്റെ ചോദ്യത്തിന് മറുപടി പറ. നിങ്ങളെങ്ങനെയാ ഓർത്തഡോക്സുകാരായ? പുരുഷന്മാര് പറയും, എന്റെ പൊന്നച്ചാ, ബുദ്ധിയും ബോധം ഉറയ്ക്കുന്നതിന് മുമ്പ് മുക്കിപ്പൊക്കിയത് ഏതിനകത്താ? ഗതികേട് കൊണ്ട് ഓർത്തഡോക്സുകാര്. അപ്പൊ ഈ കള്ളി പെണ്ണുങ്ങൾ എന്തോ പറയും? അപ്പൊ പറയും, എന്റെ പൊന്നച്ചാ, കെട്ടിക്കേറ്റിയതേ ഈ ഓർത്തഡോക്സിലോട്ടാ. ഓടാൻ ഒരുപാട് ശ്രമിച്ചത്, പക്ഷെ കാർന്നോര് വരികയില്ലാത്തത് കൊണ്ട് ഞങ്ങൾ അങ്ങ് പിടിച്ച് നിൽക്കുക. അവിടെയാണ് നമ്മുടെ ഒന്നാമത്തെ ലജ്ജിപ്പിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുക. നമ്മളെങ്ങനെ ഓർത്തഡോക്സുകാരായ? നമുക്കൊരു ഉത്തമമായ ബോധ്യം, ഒരു സത്യാരാധനയുടെ പിന്തുടർച്ചക്കാർ. എനിക്ക് ഏറ്റവും കൗതുകം തോന്നുന്ന ഒരു കാര്യമുണ്ട്, പലയിടങ്ങളിലും ആരാധന നിർവഹിക്കുമ്പം എനിക്ക് കുന്നംകുളം പ്രദേശത്ത് വരാനുള്ള ഇഷ്ടം എന്നാന്ന് ചോദിച്ചാൽ, ഞാൻ ഒരിക്കൽ കുന്നംകുളത്തെ ഭദ്രാസന കൺവെൻഷന് വന്നിട്ടുണ്ട്, 3 നോയമ്പിനോട് ചേർന്നുള്ള. അപ്പൊ ഞാൻ ആരാധനയെ സംബന്ധിച്ചപ്പം എന്റെ ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾ എന്തിനാണ് ആമീൻ പറഞ്ഞത്? ആമീൻ എന്ന വാക്കിന്റെ അർത്ഥം എന്നാ? അപ്രകാരം തന്നെ. അപ്പൊ ഒരു ബോധവും ബുദ്ധിയില്ലാതെ പലതിനും ആമീൻ പറയുന്നവരായി പല ഓർത്തഡോക്സുകാരും മാറുന്നിടത്താണ് എന്റെ ഒന്നാമത്തെ ചോദ്യം, നമ്മളെങ്ങനെ ഓർത്തഡോക്സുകാരായ? അതിനുള്ള ഉത്തരമാണ് ഈ വിദ്വാൻമാരുടെ യാത്ര നമ്മളോട് സമ്മാനിക്കുന്നത്. അവരുടെ ഒന്നാമത്തെ യാത്ര ഒരു ദൈവാന്വേഷണ യാത്ര, ചെന്നെത്തുന്നത് ഒരു കൊട്ടാരത്തിലാണ്.
നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഇങ്ങനെ ഒരു അവാന്തരമായ സാഹചര്യങ്ങളെ, എന്ത് കാര്യങ്ങളെ ആവശ്യപ്പെട്ടാലും നമ്മുടെ ആവശ്യങ്ങളെ പൂർത്തീകരിക്കുന്ന ഒരുവന്റെ പേരായി ദൈവം എന്ന് മാറ്റപ്പെട്ടിരിക്കുക. പണ്ട് ചെറിയ ചെറിയ പ്രാർത്ഥനകളെ നമുക്കുള്ളായിരുന്നു, അല്ലേ? പശുവിന്റെ കറവ് പറ്റരുത്, ആടിന് ചെന പിടിക്കണം, പൂവങ്കോഴി മുട്ടയിടണം, ഇങ്ങനെയൊക്കെ ഉള്ളായിരുന്നു. പക്ഷെ ഇപ്പം നമ്മുടെ പ്രാർത്ഥനയുടെ ഗ്രേഡൊക്കെ കൂടി. ആഗോള സഭ പ്രാർത്ഥിക്കുന്നത്, എല്ലാ അമ്മയപ്പന്മാരും പ്രാർത്ഥിക്കുന്നത് എൻ്റെ മക്കളെല്ലാം UK കെട്ടിയെടുക്കണമെന്നാ. ഇപ്പം പോയവനൊക്കെ, നെകള് കുത്തി പോയവനൊക്കെ തിരിച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ പൊന്നച്ചാ പാത്രം കഴുകി മടുത്തു, പ്രായമുള്ളവരെ നോക്കി നോക്കി മടുത്തു, വെല്ലച്ചാതി ഒന്ന് തിരിച്ചു വന്നാൽ മതി. ഞാൻ അടുത്തിടയിൽ പുതുപ്പള്ളി പ്രസംഗിക്കാൻ പോയി. പ്രസംഗം കഴിഞ്ഞപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരു നീണ്ട ക്യൂ ഇങ്ങനെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കാൻ നിൽക്കുക. അതിനകത്ത് കുറച്ച് സുമുഖരായ ചെറുപ്പക്കാര് നിപ്പുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ അടുത്ത് വരുന്നവരോട് എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിക്കും. അപ്പൊ ഓരോരുത്തർ പ്രാർത്ഥന വിഷയം വന്നു. ചെറുപ്പക്കാരൊക്കെ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ: അച്ഛാ കല്യാണം നടക്കുന്നില്ല, അച്ഛനൊന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം, പെണ്ണ് കിട്ടുന്നില്ല അച്ഛാ. അങ്ങനെ നോക്കിയപ്പം ഏറ്റവും പുറകിലൊരു മിടുക്കനായ ചെറുപ്പക്കാരൻ, കയ്യിലൊരു സ്വർണത്തിന്റെ ചെയിനുണ്ട്. അവൻ പുറകിൽ നിന്നപ്പോഴേ അവന്റെ സ്പ്രേയുടെ മണം എൻ്റെ മൂക്ക് തുളച്ചു കയറിയപ്പോഴേ എനിക്ക് മനസ്സിലായി അവനൊരു ഗൾഫുകാരനാ. അവൻ എൻ്റെ അടുത്തോട്ട് വന്നിട്ട് പറഞ്ഞു: എൻ്റെ പൊന്നച്ച, കൊച്ചച്ച, 33 വയസ്സായി, ദുബായിൽ നല്ല ജോലിയാണ്, എഞ്ചിനീയറാണ്, പക്ഷെ ഇതുവരെയും പെണ്ണ് കിട്ടിയിട്ടില്ല. അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, ഒറ്റ ചെറിയ ചെറിയ കാര്യങ്ങളെ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. ഒന്ന്, കാണാൻ നല്ലതായിരിക്കണം, അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം, നല്ല കുടുംബമായിരിക്കണം, ദൈവഭയം ഉണ്ടായിരിക്കണം. ഇവൻ ഇങ്ങനെ എണ്ണി പറഞ്ഞപ്പം ഞാൻ അവനോട് പറഞ്ഞു: എടാ, ഇങ്ങനെ എല്ലാ ഒത്തോരണത്തിനെ കണ്ടിരുന്നെങ്കിൽ ഞാൻ ഈ കർത്തയുടെ കുരിശ് വിട്ടുകൊണ്ട് നടക്കുമായിരുന്നോ? അപ്പൊ പ്രാർത്ഥിക്കാൻ നമുക്ക് എല്ലാവർക്കും എന്തുണ്ട്? ഓരോരോ വിഷയങ്ങളുണ്ട്, ഇല്ലേ? ലോകപ്രകാരം. അവിടെയാണ് നിങ്ങളുടെ വികാരിയും കൊച്ചു വികാരിയും കൂടെ ഈ പള്ളിയുടെ വാതിക്കൽ ഒരു ബോർഡ് എഴുതി വെക്കുക: റിക്വസ്റ്റഡ് നോട്ട് പെർമിറ്റഡ്. നിങ്ങളുടെ അപേക്ഷകളെയും യാചനകളെയും ഈ പള്ളിക്കുള്ളിൽ സ്വീകരിക്കത്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിറ്റേ ദിവസം അരമനയിലോട്ട് ഒരു ജാഥ നടത്തും. എന്തിനാ? അച്ഛനെ പള്ളിന്ന്. കാരണം പള്ളി എന്തിനാന്ന് ചോദിച്ചാൽ, ദൈവം എന്തിനാന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റ ഉത്തരവേ ഉള്ളൂ: ഒരു കൊട്ടാരത്തിന് പ്രതിനിധിയാ, അല്ലേ? എന്താണ്? അവിടെ എന്ത് കാര്യം ചോദിച്ചാലും ഭൗതികമായ സമൃദ്ധി കിട്ടുന്ന ഒരിടമായി നമ്മുടെ ദൈവബോധം അപജയത്തിലേക്ക് വീണു പോയിട്ടുണ്ട്. അത് പരിമിതപ്പെടല, അതൊരു പരാജയമാണ്. അവിടെയാണ് വിശ്വാസി എന്ന് നമ്മൾ പല അച്ഛന്മാരും നരകത്തിൽ പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയാവോ? നിങ്ങളെ ഒരു കണ്ണിച്ചോരയില്ലാതെ വിളിക്കും വിശ്വാസികളുടെ സമൂഹമേ. ഇങ്ങനെ വിളിക്കുന്നതുകൊണ്ടാണ് പല അച്ഛന്മാരും നരകത്തിൽ പോകുന്നത്. കാരണം നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തിന് പ്രീതികരമായ ഒരു വിശ്വാസ ജീവിതം നയിക്കുന്നവരാണോ? അവിടെയാണ് നമുക്ക് ദൈവത്തിൽ കൃത്യമായൊരു വിശ്വാസം ഉണ്ടോ എന്ന് അടയാളപ്പെടുത്തുന്ന എനിക്ക് കൗതുകം തോന്നിയിട്ടുള്ള ഒരു കാര്യം മറ്റൊന്നുമല്ല. എല്ലാവരും നേർച്ച പറയും പള്ളിയിൽ, അല്ലേ? എങ്ങനെയാ നേർച്ച പറയാ? എനിക്ക് ഇന്ന കാര്യം സാധിച്ചു തന്നാൽ 12 മെഴുകുതിരി കൊണ്ടുവന്ന് ഞാൻ മേശയിലോട്ട് 1 കിലോ വെളിച്ചെണ്ണ, നിന്റെ 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് വേണ്ടിയും നിന്റെ 12 മെഴുകുതിരിക്ക് വേണ്ടിയും വെറുതെ കാത്തിരിക്കുന്ന ഒരു വില കുറഞ്ഞ ഒരാളല്ല എൻ്റെ ദൈവം. അവിടെയാണ് നമ്മുടെ ബോധം ഉണരുകയും നാം ഒരു സത്യവിശ്വാസിയും സത്യ ആരാധനയുടെ പിന്തുടർച്ചക്കാരുമാകേണ്ടുന്നത്. അവിടെയാണ് ഈ കൊട്ടാരത്തിലെ അന്വേഷണം പരാജയമാണെന്ന് ആർക്ക് ബോധ്യപ്പെട്ടു? വിദ്വാൻമാർക്ക് ബോധ്യപ്പെട്ടു, ഇല്ലേ? അവരതുകൊണ്ട് പിന്നെയും അവരുടെ യാത്ര, അന്വേഷണത്തിന്റെ യാത്ര മുൻപോട്ട് നയിക്കുക. ആ യാത്ര എവിടെയാ ചെല്ലുന്നത്? ആ യാത്ര ചെന്ന് അവസാനിക്കുന്നത് ഒരു കൊട്ടാരത്തിലാണ്. കൊട്ടാരത്തിനപ്പുറത്തേക്ക് പോകുമ്പം ഒരു പുൽക്കൂടില, ആണോ? ഒരുപാട് പരിമിതികളുള്ള ഒരിടത്തിലാണ് ദൈവത്തെ ആര് കണ്ടെത്തിയത്? ഈ ജ്ഞാനികൾ. നമുക്കിതത്ര ബോധ്യപ്പെടുവോ? പരിമിതികളുടെ മധ്യത്തിൽ ഒരു ദൈവത്തെ നമുക്ക് ബോധ്യപ്പെടുവോ? അവിടെയാണ് ഞാനൊരു യഥാർത്ഥ ഭക്തനാണോ എന്നറിയേണ്ടതിന് ഒരു അന്വേഷണം ജീവിതത്തിൽ ഉണ്ടാകണം. 2, ഏതനുഭവങ്ങളിലും ദൈവബന്ധമുള്ള ഒരു മനുഷ്യന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അവന് തൃപ്തികരമായ ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നമ്മളിങ്ങനെ പരാതിപ്പെട്ടികളുടെ നടുവിലാ. ഒരിക്കലും ഒരു അമ്മയും കുഞ്ഞും കൂടെ പള്ളിയിൽ പോയി. തള്ളയ്ക്ക് ഭയങ്കര പരാതിയാ. പള്ളിയിൽ കാറ്റില്ല, ഫാൻ ശരിയല്ല, കാർപ്പറ്റ് കീറിയിരിക്കുന്നു, കസേരയ്ക്ക് പൊക്കമില്ല, ഇതെല്ലാം പറഞ്ഞിങ്ങനെ തള്ള പരാതി പറഞ്ഞു പോവുകയാ. കൂടെ നടന്ന് കൊച്ചു പറഞ്ഞു: എൻ്റെ പൊന്നമ്മേ, 5 രൂപ കാണിക്കയ്ക്ക് ഇതിലും കൂടുതൽ സൗകര്യം എവിടെ കിട്ടാനാ? നമ്മളിങ്ങനെ പള്ളിയിൽ പോലും പരാതികൾ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു വികലതയുണ്ട്. എന്താണ്? പരിമിതികളുടെ നടുവിലുള്ള ദൈവത്തെ കണ്ട് ആനന്ദിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. ദൈവം പരിമിതനാണെന്നല്ല അതിന്റെ അർത്ഥം. മറിച്ച് നമ്മുടെ ജീവിതത്തിലെ പരിമിതിക്കുള്ളിൽ നമ്മുടെ ജീവിതത്തിനൊപ്പം നിൽക്കുന്ന ക്രിസ്തുവിൽ ആനന്ദിക്കാൻ നമുക്ക് എത്ര പേർക്ക് കഴിയുന്നുണ്ട്? അതിനെന്ത് വേണം? ആത്മീയ ജീവിതത്തിൽ ഒരു അന്വേഷണം നമുക്ക് ആവശ്യമാണ്. കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് പറഞ്ഞ ആരാന്ന് പറയാവോ? വിവേകാനന്ദൻ. ഇപ്പൊ നമുക്ക് ഏകദേശം മനസ്സിലായി കേരളം ഒരു ഭ്രാന്താലയമാണ്.
വിവേകാനന്ദന്റെ ചെറുപ്പത്തിലെ ഒരു സംഭവകഥ പറയുന്നത് ഇങ്ങനെയാണ്. അവന്റെ ചെറുപ്പത്തിലെ പേര് നരേന്ദ്രൻ എന്ന. വിവേകാനന്ദൻ 42 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഒരിക്കലും ഒരു അധ്യാപകൻ ക്ലാസ്സിലോട്ട് വന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു. വാട്ട് ഡു യു വിഷ് ടു ബിക്കം? നിനക്ക് ആരാകണമെന്നാണ് ആഗ്രഹം? ഓരോ കുട്ടികളും എഴുന്നേറ്റ് നിന്ന് അവരുടെ ആഗ്രഹങ്ങൾ പറഞ്ഞു. എനിക്കൊരു ഡോക്ടർ ആകണം, പാവപ്പെട്ട രോഗികളെ ചികിത്സിക്കുന്ന നല്ലൊരു വൈദ്യൻ. രണ്ടാമത്തവൻ പറഞ്ഞു, എനിക്കൊരു വക്കീലാകണം, എൻ്റെ നാട്ടില് ഈ നീതി കിട്ടാത്ത ഒരുപാട് സാധാരണ മനുഷ്യരുണ്ട്, അവർക്ക് നീതി നടത്തി കൊടുക്കുന്ന ഉത്തമനായ ഒരു വക്കീലാകണം. അങ്ങനെ ഓരോ കുഞ്ഞുങ്ങളും ഓരോ ആഗ്രഹങ്ങൾ ഇങ്ങനെ പറഞ്ഞു. 42ാമത്തെ വിദ്യാർത്ഥിയായി നരേന്ദ്രൻ ഇങ്ങനെ പുറകിലിരിക്കുക. അപ്പോഴാണ് അധ്യാപകൻ 42ാമത്തെ വിദ്യാർത്ഥിയായ നരേന്ദ്രനോട് ചോദിച്ചു, നരേന്ദ്രൻ, വാട്ട് ഡു യു വിഷ് ടു ബിക്കം? നിനക്കാരാകണമെന്നാണ് ആഗ്രഹം? നരേന്ദ്രൻ എഴുന്നേറ്റ് നിന്നിട്ട് ഈ അധ്യാപകനോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ ചോദ്യം ചെയ്യുന്നത്, അല്ലേ? ഞാൻ ഈ ഒരുപാട് പ്രസംഗത്തിന് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഒരു ആത്മനിന്ദ തോന്നി. ഞാനൊരു വെറും പ്രസംഗ തൊഴിലാളിയാണ്. അപ്പം ഞാനൊരു വർഷം പ്രസംഗിക്കാൻ പോകാതിരുന്നു. ആര് വിളിച്ചിട്ടും പോയില്ല. അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ ഒരു വർഷത്തിന് ശേഷം ആദ്യമായിട്ട് ദൈവവചനം പറയുന്നത് സൺഡേ സ്കൂൾ അധ്യാപകരുടെ ഒരു ക്ലാസ്സിനാണ്. അപ്പം അന്ന് ഞാൻ ചിന്തിച്ചൊരു ചിന്തയായിരുന്നു, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ, പ്രത്യേകിച്ച് ഇന്നത്തെ ഇതിൻ്റെയൊക്കെ ബുദ്ധി എന്ന് പറഞ്ഞാൽ കാഞ്ഞ ബുദ്ധിയാണ്. അവർക്കൊരുപാട് ചോദ്യങ്ങൾ, ദൈവവിശ്വാസ സംബന്ധമായ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്, ഇല്ലേ? പക്ഷെ നമ്മൾ ആരും ആ ചോദ്യത്തെ അഭിമുഖീകരിക്കാൻ ശ്രമിക്കുന്നില്ല. നിർഭാഗ്യവശാൽ വൈദികരായ ഞങ്ങൾ പോലും ശ്രമിക്കത്തില്ല. ഒരു ഭാരമാണ്. അവിടെയാണ് ഞാൻ ചോദിക്കുന്നു, കേരളത്തിൽ ഔദ്യോഗിക വിദ്യാഭ്യാസം വേണ്ടാത്ത 2 കൂട്ടരുണ്ട്. ആരൊക്കെയാന്ന് പറയാമോ? ഒന്ന്, കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയാകാൻ യാതൊരു ക്വാളിഫിക്കേഷനും വേണോ? 4ാം ക്ലാസ്സും ഗുസ്തിയും പിന്നെ അത്ര അത്യാവശ്യം ബലം കൂടി ഉണ്ടെങ്കിൽ ആരാകും? ഇനി രണ്ടാമത്തെ ഒരു വർഗ്ഗം ഏതാന്ന് ചോദിച്ചാൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ സൺഡേ സ്കൂൾ അധ്യാപകരാണ്. +2ന്റെ ഒരു സർട്ടിഫിക്കറ്റും അത്യാവശ്യം വികാരിയെ മണിയടിക്കാനും കൂടി അറിയാമെങ്കിൽ ആർക്കും സൺഡേ സ്കൂൾ അധ്യാപകർ? അവിടെയാണ് എൻ്റെ ചോദ്യം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബുദ്ധിപൂർവ്വമുള്ള, യുക്തിപൂർവ്വമുള്ള, വേദപുസ്തകപരമായ, ആരാധനപരമായ ചില ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാത്തൊരു അധ്യാപകനാണ് ഞാൻ എങ്കിൽ ഇന്നിറങ്ങിക്കൊണ്ട സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൽ നിന്ന് വേണ്ടേ? അവിടെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളെ നിശ്ചയമായിട്ട് അഭിമുഖീകരിക്കണം. ഇവിടെ നരേന്ദ്രൻ അധ്യാപകനോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. അധ്യാപകൻ ചോദിച്ചത് ഇതാണ്, നിനക്ക് ആരാകണം ഭാവിയിൽ? അധ്യാപകനോട് നരേന്ദ്രൻ തിരിച്ചു ചോദിച്ചു, സാറേ, ദൈവം ഉണ്ടോ? ഇങ്ങനെ ഒരു പയ്യൻ വന്ന് ജർണച്ചനോട് ചോദിക്കുക, അച്ഛാ ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അച്ഛൻ ആ പയ്യൻ എന്തോ ചെയ്യും? പള്ളിയിൽ നിന്ന് പുറത്താക്കും, ഇല്ലേ അച്ഛാ? കാരണം അവൻ ആരായി? ദൈവനിഷേധിയ. അവനെ വേണേ അവന്റെ കുടുംബക്കാരെ കൂടെ നമ്മൾ കമ്മിറ്റി കൂടി പുറത്താക്കും. പലരും ദൈവവിശ്വാസി എന്ന് പറഞ്ഞത് ഇത് പേടിച്ചിട്ടാ. നമുക്കും ദൈവത്തെ, വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ലേ? നമ്മൾ ഭയന്നിട്ട്, സമൂഹത്തെ ഭയന്നിട്ട് അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുക. അവിടെയാണ് ഈ ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് എന്നിട്ട് ചോദിച്ചു, സാറേ ദൈവം ഉണ്ടോ? ഈ അധ്യാപകൻ ആഴമുള്ള ഒരു അധ്യാപകനായതുകൊണ്ട് തിരിച്ച് നരേന്ദ്രനോട് പറഞ്ഞു, ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ അവൻ അവിടെ നിർത്തിയില്ല. രണ്ടാമത് എടുത്ത വായിച്ചു ചോദിച്ചു, സാറ് കണ്ടിട്ടുണ്ടോ? സാറ് കണ്ടിട്ടുണ്ടോ? സാറ് കുടുങ്ങിയോ? സാറ് പറഞ്ഞു, കണ്ടിട്ടില്ല, പക്ഷെ ഉണ്ടെന്നുള്ളതിൽ ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. നരേന്ദ്രൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ സാറേ, ആരാകണമെന്നല്ലേ എന്നോട് ചോദിച്ചത്? എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം ഞാൻ പറയാം. ഇങ്ങനെ ഒരു ഈശ്വരൻ ഉണ്ടോ എന്ന് കണ്ടെത്തേണ്ടതിന്, അന്വേഷിച്ചറിയേണ്ടതിന് ഞാൻ എൻ്റെ ജീവിതം മാറ്റിവെക്കുക. ഇങ്ങനെ ഒരു ഈശ്വരൻ ഉണ്ടോ എന്ന് അറിയേണ്ടതിനും അന്വേഷിക്കേണ്ടതിനും അത് ജീവിത സാക്ഷാത്കാരമാക്കേണ്ടതിനും ഞാൻ എൻ്റെ ശിഷ്ടജീവിതം മാറ്റിവെക്കുക. ആ അധ്യാപകൻ ആ ക്ലാസ് അവസാനിപ്പിക്കുന്ന എങ്ങനെയാണ്? ഈ ക്ലാസ്സിൽ 41 കുട്ടികളുണ്ട്, ഒരൊറ്റ വിദ്യാർത്ഥിയുള്ളൂ, അതാണ് ഈ കൊച്ച് നരേന്ദ്രൻ. അവിടെയാണ് 800 വീട്ടുകാരുണ്ട് എന്ന് പറയുന്നതിലല്ല അഭിമാനം. ക്രിസ്തുവിലേക്ക് എത്തിയ, അന്വേഷണ ബോധത്തിൽ നിന്ന് ക്രിസ്തുവിനെ കണ്ടെത്തി എത്ര പേര് ഇവിടെ ഈ ഇടവകയിൽ ഉണ്ടാകുന്നു എന്നിടത്താണ് ഇടവക ശോഭിതമാകുന്നത്. നമുക്ക് ദൈവം ആരാ എന്ന ചോദ്യത്തിന് നമുക്ക് പറയാൻ സാധിക്കണം, എൻ്റെ ജീവിതത്തിൽ അന്വേഷിച്ച് അനുഭവിച്ചറിഞ്ഞ ഒരു വലിയ സാന്നിധ്യത്തിന്റെ പേരാണ് എൻ്റെ ദൈവം. വേണ്ടേ? അവിടെയാണ് എണ്ണത്തിലൊക്കെ ഇങ്ങനെ ആശ്രയിച്ചിരിക്കുമ്പം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്താണ് വിശുദ്ധ കുർബാന? ഇന്ന് നമ്മളതിൽ പങ്കാളികളെ, എനിക്ക് വളരെ സന്തോഷമായി ഇന്നിവിടെ ബലിയർപ്പിച്ചപ്പം. വിശുദ്ധ കുർബാനയിലൊക്കെ നമ്മൾ പങ്കാളിയെ. എൻ്റെ വികാരി അച്ഛൻ അടുത്തിടെ വലിയ ദുഃഖത്തോടു കൂടി എന്നോട് ഒരു കാര്യം പറഞ്ഞു. എൻ്റെ പള്ളിയിൽ പുതിയ കമ്മിറ്റി എടുത്തു, അതിൽ ബോധമില്ലാത്തൊരു സ്ത്രീയെ കമ്മിറ്റിക്കാരിയായിട്ട് എടുത്തിട്ടുണ്ട്.
ആ പെണ്ണുമ്പിള്ള വന്ന ഞങ്ങളുടെ വികാരിയച്ചനോട് പറയാ, അച്ഛാ ഇന്ന് കുർബാന അനുഭവിച്ചു കഴിഞ്ഞപ്പം അപ്പം വെന്തില്ല അച്ഛാ. ഇത്രയ്ക്ക് പരിതാപകരമായ വിശ്വാസികൾ ഈ സഭയിലുണ്ട് എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, എന്താണ് കുർബാന? നിങ്ങൾ തന്നെ ഒരു പ്രതിവാക്യം പറയാറുണ്ട്, ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും. ഇത് കൊയറുകാരോട് പറയാൻ പറഞ്ഞിട്ട് വായും പൊളിച്ച് നിൽക്കരുത്. ഇത് നാലുമാണെന്ന് ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ എത്ര സന്ദർഭങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. എരിഞ്ഞിറങ്ങുന്ന ഒരു ക്രൈസ്തവ അനുഭവമായി വിശുദ്ധ കുർബാന ജീവിതത്തിൽ അനുഭവിച്ച എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? അതിനൊരു പഠനം, ഒരു അന്വേഷണം ജീവിതത്തിൽ നടത്തി എത്ര പേരുണ്ട്? അച്ഛാ ഞങ്ങൾ ദിവ്യബോധനം പഠിച്ചിട്ടുണ്ടച്ചാ, സൺഡേ സ്കൂൾ പാസ്സായിട്ടുണ്ടച്ചാ, സർട്ടിഫിക്കറ്റ് ഒക്കെ കയ്യിലിരിക്കട്ടെ. എന്റെ ചോദ്യം ഇതാണ്, ഒരു വൈദികനായതുകൊണ്ട് ലീഗൽ സ്റ്റാറ്റസ് ഒക്കെ വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിച്ചു. ഗൈനക്കോളജിസ്റ്റ് ഒഴികെ ബാക്കി എല്ലാ ഡോക്ടർമാരും എന്നെ പരിശോധിച്ചു. അവസാനം എന്റെ ചെക്കപ്പെല്ലാം കഴിഞ്ഞതിന് പ്രൊസീഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുക്ക് എന്നെ കൊണ്ടുപോയി. അയാൾ എടുത്തവായി എന്നോട് ചോദിച്ചു, അച്ഛൻ്റെ തലയ്ക്ക് വല്ല? കാരണം 29 വയസ്സും അന്ന് വരെ എൻ്റെ ജീവിതത്തിൽ 48 കിലോയ്ക്കും ബാധിച്ചു. എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞു, എടാ നന്ദിയില്ലാത്തൊരു ജനത്തിന് വേണ്ടി ഇപ്രകാരം കുരിശിൽ മരിച്ച്, യാതന അനുഭവിച്ച് മരിച്ച് എൻ്റെ മുൻപാകെ എന്നെ വിശ്വസിക്കുന്നെന്ന് പറഞ്ഞ് നീ ഇറങ്ങിയിട്ട് നീ എന്തിനാ പുറകോട്ട് നോക്കുന്നത്? 4.5 വർഷങ്ങൾക്കിപ്പുറം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഡിപ്രഷൻ ഉണ്ടാകുമെന്ന ഡോക്ടറാണ് ഈ അടുത്തിടയിൽ ആത്മഹത്യ ചെയ്തത്. എന്നെ സർജറി ചെയ്ത ഡോക്ടറാണ്, ലേക്ഷോറിലെ ഡോക്ടറാണ് ഈയിടെ ആത്മഹത്യ ചെയ്തത്. എനിക്ക് വലിയ സങ്കടമായി. പക്ഷെ 4.5 വർഷത്തിനിപ്പുറം ആ കിഡ്നി ഇല്ലാത്ത ഞാൻ പറയും, ഐ ഹാവ് ഗ്രേറ്റ് ഇംപ്രഷൻ ഇൻ മൈ ജീസസ് ക്രൈസ്റ്റ്. എനിക്ക് എൻ്റെ ക്രിസ്തുവിൽ അതിയായ സന്തോഷവും എൻ്റെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത ധൈര്യവും എൻ്റെ കർത്താവ് തരുന്നുണ്ട്. ഞാൻ പറയും, എനിക്കത് കിട്ടിയത്, അതൊരു എരിഞ്ഞിറങ്ങുന്ന അനുഭവമായി എനിക്ക് ലഭിച്ചത്, എൻ്റെ സാക്ഷ്യം സിദ്ധിക്കുവാൻ എന്നെ സഹായിച്ചത് എൻ്റെ ബലിയാ, എൻ്റെ വിശുദ്ധ കുർബാനയാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ആരാധന ജീവിതത്തിന്റെ അർത്ഥം, പൊരുള് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എന്താണ് വിശുദ്ധ കുർബാനയുടെ അർത്ഥതലങ്ങൾ? ചില ക്രൈസ്റ്റ് ഇവന്റ്, ക്രിസ്തു അനുഭവങ്ങളെ കുർബാനയിൽ ലൊക്കേറ്റ് ചെയ്തിട്ട് ഞാൻ എൻ്റെ പ്രസംഗം ആ ഭാഗത്തു നിന്ന് അവസാനിപ്പിക്കാമെന്നാണ് കരുതുക. എൻ്റെ പ്രസംഗത്തിന് സ്പീഡ് കൂടി പോകുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഉറക്കം വരുന്നുണ്ട്, കൈവൊക്കിയാൽ മതി കേട്ടോ. ഒന്നാമത്തെ കാര്യം, നമ്മൾ എപ്പോഴാണ് പള്ളി വരിക? കുന്നംകുളംകാരോട് എനിക്ക് വലിയ സന്തോഷം തോന്നി. ഇന്ന് രാവിലെ വന്നപ്പോഴേ ഞാൻ പള്ളിയിൽ കയറുന്നതിന് മുമ്പ് തന്നെ ഒരു ചേട്ടൻ ഓടി വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഹൂസോയെ തരണം. ഞാനിപ്പോൾ ഉള്ളത് മീൻപാറ അരമനയിലാണ്. അവിടെ ഇടവകയൊന്നുമില്ല. ഞാൻ ഏറ്റവും സന്തോഷവാനാണ് അവിടെ. പക്ഷേ കമ്മിറ്റി കൂടണ്ട, കമ്മിറ്റിക്കാരില്ല, ട്രസ്റ്റി ഇല്ല, സെക്രട്ടറി ഇല്ല, എല്ലാം ഞാൻ തന്നെ. അവിടുത്തെ പാത്രികീസും കാതോലിക്കും ഒക്കെ ഞാൻ തന്നെ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഹാപ്പിയാണ്. പക്ഷേ ചില ശുശ്രൂഷകൾ വരുമ്പം ചില പ്രയാസമൊക്കെ ആദ്യം ഉണ്ടായി. കഴിഞ്ഞ ധനഹായിക്ക് ഞാനും എൻ്റെ ഒരു ശുശ്രൂഷക്കാരനും കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കുന്ന 2 അമ്മച്ചിമാരും മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ ഏറ്റവും സമൃദ്ധമായിട്ട് ഞാൻ ധനഹ നടത്തിയത് ആ വർഷമാണ്. അതുകൊണ്ട് താഴെ ജനം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ എപ്പോഴാ ഉണ്ടെങ്കിൽ വരേണ്ടത്, എപ്പോഴാ പള്ളി വരണ്ടേ? എന്നാലും എൻ്റെ സമൂഹം അച്ഛൻ എന്നെ ഭാഗ്യവാനാ. ഇത്ര ഊമകളെ കൊണ്ടല്ലോ അച്ഛൻ പൊതുയോഗം നടത്തുന്നേ. ഒരക്ഷരം മിണ്ടുന്നുണ്ടോന്ന് ചോദിച്ചേ. ഊമകളെ വാതിറക്കുകയും. നിങ്ങളുടെ ഇതിന്റെ പേരെന്നാ? 3 ദിവസം ഇരുന്നിട്ട് അണ്ണാക്ക് തുറന്നില്ല. പിന്നെ എന്റെ വൈഫതാ അടുത്ത വർഷം വിഷയം മാറ്റണം വെച്ചാ. തുറക്കപ്പെടട്ടെ വേണ്ടേ? എപ്പോ പള്ളി വരണം? പ്രഭാത നമസ്കാരത്തിന്. അടുത്തിടെ ഞങ്ങളുടെ അവിടുത്തെ ഒരു ചേട്ടൻ പറഞ്ഞു, എന്റെ അച്ഛാ പ്രഭാത നമസ്കാരം എന്തിനാന്ന് ചോദിച്ചാ അച്ഛന്മാര് ചൊവ്വാകാനാ. അല്ലേ? അച്ഛന്മാര് വീട്ടിലൊക്കെ പോയിട്ടൊക്കെ വരികയല്ലേ, ഒന്ന് ഒരുങ്ങപ്പെടാനായിട്ടുള്ള ശുശ്രൂഷയാണ് എന്ത്? പ്രഭാത പ്രാർത്ഥന അല്ല. ഔഗേൻ ബാബ പറയും, പള്ളിയിൽ എപ്പോഴാണ് പോകേണ്ടതെന്ന് ചോദിച്ചാൽ അച്ഛൻ കയറുന്നതിന് മുമ്പ് പള്ളി ഞാൻ ഉണ്ടായിരിക്കണമെന്നായിരിക്കണം എൻ്റെ വാശി. അച്ഛൻ പള്ളി വരുന്നതിന് മുമ്പ് ഞാൻ പള്ളിയിൽ ഉണ്ടായിരിക്കണമെന്നായിരിക്കണം എൻ്റെ ബോധ്യം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി എന്ന് പുരോഹിതൻ പറയുന്നതിന്റെ പ്രതിവാക്യം പറയാൻ ഒരു വിശ്വാസി പള്ളിയിൽ കാണണം. പ്രഭാത നമസ്കാരത്തിന് മധ്യയാണ് ഒരു വലിയ ശുശ്രൂഷയിലേക്കുള്ള പ്രവേശനം. എന്താണ്? തുയോബോ ശുശ്രൂഷ. തുയോബോ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഒരുക്കം എന്ന. ഒരുക്ക ശുശ്രൂഷ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. പലരും പറയും, അച്ഛാ അത് മറയിടുന്നതുകൊണ്ട് പിന്നെ ഞങ്ങൾക്കൊന്നും കാണാൻ മേലാത്തതുകൊണ്ടാണ് ഞങ്ങൾ അത് കഴിഞ്ഞ് വരുന്നത്. അവിടെയാണ് ഞാൻ കോട്ടയം ഭദ്രാസനത്തിൽപ്പെട്ട ഒരു വൈദികനാണ്, സ്വന്തം ഭദ്രാസനം. ഞങ്ങളവിടെ ഇങ്ങനെ സ്ഥിരമായ മധ്യസ്ഥ പ്രാർത്ഥനകളില്ല. എന്നാൽ വടക്കൻ പ്രദേശത്തോട്ട് വന്ന തലങ്ങും വിലങ്ങും മധ്യസ്ഥ പ്രാർത്ഥനയാണ് അല്ലേ. കുർബാനയേക്കാൾ ഉപരിയായ ചിലയിടത്ത് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. മാതാവിനോടുള്ള തിരിയൊക്കെ തലയുടെ മണ്ടയ്ക്കൊക്കെ പിടിക്കുന്ന കണ്ടിട്ടുണ്ട്. കത്തിപ്പോകാതിരുന്ന ഭാഗ്യം. ഭയങ്കര ആവേശമാണ്. പക്ഷെ അവിടെയാണ് എൻ്റെ ഒരു വലിയ പരിഭവം. ദൈവമാതാവിന്റെ മധ്യസ്ഥത എന്തിനു വേണ്ടിയാന്ന് ചോദിച്ചാൽ അമ്മയെ മണിയടിച്ച് ചില കാര്യങ്ങളൊക്കെ
ചില ഉദ്ദേശങ്ങളുണ്ട്. ഒരു പള്ളിയിൽ എന്നെ ട്രാൻസ്ഫറിന്റെ വക്കിൽ വരെ എത്തിച്ചത് ദൈവമാതാവാ. കാരണം ഇതാണ്, കുർബാനയ്ക്ക് ആരും പേരെഴുതി തരത്തില്ല. ദൈവമാതാവിന്റെ മധ്യസ്ഥത ഉണ്ടെങ്കിൽ നീട്ടിക്കെട്ടിയ പേരാ. ഞാനത് തിരുത്താൻ ശ്രമിച്ചിട്ട് ഞാൻ പറഞ്ഞു നടക്കത്തില്ല എന്ന് പറഞ്ഞപ്പം ചില ആളുകൾ അരമനയ്ക്ക് പോയി എന്നെ ഒന്ന് മാറ്റാൻ. പക്ഷെ ദൈവമാതാവിനെ കാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അവിടെയാണ് എൻ്റെ ചോദ്യം. മധ്യസ്ഥത, ദൈവമാതാവും ദൈവപ്രസവത്രി എന്ന് അവളെ നാമകരണം ചെയ്യാൻ പറ്റുന്ന, അത് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഇടം, ഒരു സ്ഥലം, ഒരു സന്ദർഭം ഏതാന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് തുയോബോ ശുശ്രൂഷയാ. എന്താണ് അതിന്റെ അർത്ഥം? പ്രഭാത നമസ്കാരത്തിൽ വലിക്കപ്പെട്ട മറയുടെ മുൻപാകെ, മദ്ബഹായുടെ മുൻപാകെ പുരോഹിതൻ ഇതുപോലെ കറുപ്പ് വസ്ത്രം ധരിച്ചു നിൽക്കും, ഇല്ലേ? ആരാണ് ഒരു അച്ഛനെന്നറിയാവോ? ക്രിസ്തു ശരീരത്തിന്റെ ചലിക്കുന്ന നാവ് മാത്രമാണ്. അല്ലാതെ അച്ഛന്മാർക്ക് കൊമ്പൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ കാപ്പാക്കി ഇട്ട് കഴിപ്പിച്ചിട്ട് ജാട എടുക്കുന്നുള്ളതേ ഉള്ളൂ, പക്ഷെ കൊമ്പൊന്നുമില്ല. ആരാണ് ഒരു പുരോഹിതൻ എന്ന് ചോദിച്ചാൽ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയ്ക്കകത്തെ ചലിക്കുന്ന നാവ് മാത്രമാണ്. നിങ്ങളുടെ പ്രതിനിധിയാണ് പുരോഹിതൻ. അങ്ങനെയെങ്കിൽ പുരോഹിതൻ ഈ തുയോബ ശുശ്രൂഷയ്ക്ക് പ്രവേശിക്കുന്നത് മുടിയനായ പുത്രൻ, അല്ലെ? ദ വേൾഡ് റിനൗണ്ട് സ്റ്റോറി ഇൻ ബൈബിൾ ഏതാന്ന് ചോദിച്ചാൽ പറയാം മുടിയൻ പുത്രന്റെ കഥയാ. യേശു ക്രിസ്തു പറഞ്ഞ മുടിയൻ പുത്രന്റെ കഥ അറിയാവോ? പണ്ട് സൺഡേ സ്കൂളില് ഒരു സാറ് ഈ മുടിയൻ പുത്രന്റെ കഥ പഠിപ്പിച്ചു. പിള്ളേരോട് പറഞ്ഞു, മോനെ, ഒരപ്പന് 2 ആൺപിള്ളേരുണ്ടായിരുന്നു. ഇളയ ചെറുക്കൻ സ്വല്പം പെശകായിരുന്നു. നാട്ടുകാരൊക്കെ കുവൈറ്റിൽ പോകുന്നെന്നും കാനഡയിൽ പോകുന്നെന്നും കേട്ട് അവനും വീട്ടിൽ വന്ന് അപ്പനോട് വലിയ ബഹളം ഉണ്ടായി. 30 ലക്ഷം രൂപ അക്കൗണ്ടിൽ കാണിച്ചിട്ട് അവനെവിടെ പോയി? UK പോയി. UK പോയി അടിച്ചു പൊളിച്ച് എല്ലാം തീർത്തിട്ട് പന്നിക്കൂട്ടി കിടന്നപ്പം അവന് സുബോധം വന്നു. അവൻ എവിടേക്ക് തിരിച്ചു പോകാൻ ശ്രമിച്ചു? അപ്പന്റെ ഭവനത്തിലേക്ക് പോകാൻ ശ്രമിച്ചു. ഇവൻ മടങ്ങി വരുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നവനായിരുന്നു ആര്? ആ പിതാവ്. അതുകൊണ്ടാണ് അവിടെ പറയുന്നൊരു വളരെ ശ്രദ്ധേയമായ ഒരു വാക്യം. അത് ആരാ പറഞ്ഞു? യേശു ക്രിസ്തു തന്നെ പറയുന്ന കഥയാ. അവിടെയാണ് പറയുക, എ ഫാറ്റഡ് കാഫ്, മാറ്റി നിർത്തപ്പെട്ട് പ്രത്യേകമായി വളർത്തിയ ഒരു പശുക്കിടാവ്. എന്താ അതിന്റെ സൂചന എന്നറിയാമോ? ഈ മകൻ എന്തെങ്കിലും തിരികെ വരുമെന്നും പ്രതീക്ഷിച്ചിരുന്ന ഒരു അപ്പൻ അവിടെ ഉണ്ടായി. സ്നേഹനിധിയായ ഒരു അപ്പൻ ആ ഭവനത്തിലുണ്ടായിരുന്നു. എ ഫാറ്റഡ് കാഫ്. അങ്ങനെ ഈ മകൻ മടങ്ങി വരുന്ന വീടിന്റെ പടിക്കലെത്തിയപ്പോഴേ അപ്പൻ ഓടിച്ചെന്ന് അവനെ വട്ടം കെട്ടിപ്പിടിച്ചിട്ട് അവന്റെ പുതിയ വസ്ത്രം ധരിപ്പിച്ച്, കയ്യിൽ മോതിരം വിടുവിച്ച്, കാൽ ചെരുപ്പിടുവിച്ച് അവന് വീട്ടിലേക്ക് പ്രവേശിപ്പിച്ചു, അല്ലേ? വലിയൊരു വിരുന്ന്, ആരവം അവിടെ കഴിക്കുക. ഇതാണ് കഥ. സൺഡേ സ്കൂളിൽ സാർ ഇത് പഠിപ്പിച്ചു. ഇപ്പൊ സൺഡേ സ്കൂളിൽ അസൈൻമെന്റ് ഉണ്ടല്ലോ. അപ്പൊ സാറ് പിള്ളേരോട് പറഞ്ഞു, മക്കളെ, നിങ്ങൾക്കൊരു അസൈൻമെന്റ് തരികയാ. വീട്ടിൽ പോയി ഈ മുടിയൻ പുത്രന്റെ കഥയുടെ ക്ലൈമാക്സ് നിങ്ങളുടെ ഭാവനയിൽ ഒന്ന് മാറ്റി എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞു. എന്താണ്? മുടിയൻ പുത്രൻ പോയി എല്ലാം നശിപ്പിച്ചു, പന്നിക്കുട്ടിയും തിരിച്ചു വീടിന്റെ വാതിക്ക് വന്നു, മതി, ബാക്കി നിങ്ങളുടെ ഭാവനയിൽ എഴുതണമെന്ന് പറഞ്ഞു. പിള്ളേരെല്ലാം വീട്ടിൽ ചെന്ന് A4 സൈസ് പേപ്പറിൽ കൃത്യമായിട്ട് എഴുതിക്കൊണ്ടുവന്നു. പിറ്റേ ഞായറാഴ്ച സൺഡേ സ്കൂൾ അധ്യാപകന്റെ കൊടുത്തു. പിള്ളേരുടെ ഉത്തരക്കടലാസ് വായിച്ച് സാറ് ബോധം കിട്ടി താഴെ വീണു. സാറിനെ പൊക്കി എടുത്തോണ്ട് ആശുപത്രിയിൽ പോയി. ആശുപത്രിയിലായ സാറിനെ കാണാൻ വികാരിയച്ഛൻ ചെന്നു. വികാരിയച്ഛൻ ചെന്നിട്ട് ചോദിച്ചു, എന്റെ പൊന്നു സാറേ, എന്നാ പറ്റി? സാറ് വളരെ ഹൃദയവേദനയോടുകൂടി ഈ പേപ്പർ എടുത്ത് അച്ഛന്റെ കയ്യിലോട്ട് കൊടുത്തു. അച്ഛന്മാർക്ക് ഹൃദയം കുറവായതുകൊണ്ട് കല്ലുപോലെ നിന്ന് അച്ഛൻ അങ്ങ് വായിച്ചു. 1ാമത്തെ ചെറുക്കൻ എഴുതി, മുടിയൻ പുത്രൻ വീട്ടിൽ നിന്ന് പോയി എല്ലാം നശിപ്പിച്ച് തിരിച്ച് വീടിന്റെ വാതിക്ക് വന്നു. ദൂരേന്ന് കണ്ട അപ്പൻ ഓടിച്ചെന്ന് അവന്റെ അടിനാവിക്ക് നോക്കി ഒരു തൊഴി കൊടുത്തു എന്ന് പറഞ്ഞു. 2ാമത്തവൻ എഴുതി, ദൂരേന്ന് കണ്ട അപ്പൻ ഇവനെ കുറിച്ച് പറഞ്ഞു, ഇവൻ പന്നിയുടെ കൂട്ടി കിടന്നാ പോരാ, അവനെ അൽസേഷന്റെ കൂട്ടിലോട്ട് പിടിച്ച്. ഈ ഉത്തരങ്ങൾ കേട്ടിട്ടാണ് അധ്യാപകൻ ഇടറി വീണു പോയത്. അവിടെ അച്ഛൻ പറഞ്ഞു, സാറ് വിഷമിക്കൊന്നും വേണ്ട, ഈ 10 കുഞ്ഞുങ്ങൾ എഴുതിയത് അവരുടെ സ്വന്തം അപ്പന്മാരുടെ സ്വഭാവത്തെ വെച്ചുകൊണ്ടാ. ആണോ? അതുകൊണ്ട് ആർത്താറ്റുപള്ളിയിലെ അപ്പന്മാരൊക്കെ ഇവിടെ ഞെളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ മീശ ഒന്നുകൂടെ താത്തു. സൺഡേ സ്കൂൾ അധ്യാപകർ അസൈൻമെന്റ് കൊടുക്കാതിരിക്കാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. അവിടെയാണ് പറയുക, വേദപുസ്തകം ഒരു അപ്പനെ കുറിച്ച് പറയുന്നു. അപ്പന്റെ പ്രത്യേകത എന്താണ്? അപ്പനെ കുറിച്ചുള്ള ഭയം കൊണ്ടല്ല മകൻ തിരിച്ചു വന്നത്, അപ്പന്റെ സ്നേഹത്തെ പ്രതിയാ. ആണോ? നമ്മളെങ്ങനെയാ ദൈവത്തെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ദൈവത്തെ കാണുന്നതെന്ന് ചോദിച്ചാൽ, പണ്ട് അച്യുതാനന്ദൻ KM മാണിയെ പേടിപ്പിച്ചതുപോലെയാ. മിസ്റ്റർ മാണി, ഖെടാത്തതയും ഛാകാത്ത പുഴുവും. നിയമസഭയെ 3 വട്ടം പറഞ്ഞു, ഖെടാത്തതയും ഛാകാത്ത പുഴുവും, ഖെടാത്തതയും ഛാകാത്ത പുഴുവും. നമുക്കും ഇതാ പേടി, അല്ലേ? അതല്ല ഭയത്തിന്റെ കാരണം, മറിച്ച് എന്റെ അപ്പന്റെ സ്നേഹത്തെ ഓർത്തിട്ട് വേണം ഞാൻ അനുദപിക്കാൻ. നിങ്ങളെല്ലാം കുമ്പസാരം നിർവഹിച്ചോ? അതാണ് ജെർണച്ചന്റെ മുഖത്തൊരു ക്ഷീണം, മൊത്തത്തിലൊരു വാട്ടം. നിങ്ങളുടെ എല്ലാം പാപം കേട്ട് കേട്ടായിരിക്കാം.
അവിടെയാണ് പലരും കുമ്പസാരിക്കുന്നത്. ഇതുവരെ ഒരു ബോധ്യമില്ല. ഞാനൊരു വൈദികനായിട്ട് വല്യച്ഛൻ എന്നോട് ക്ഷമിക്കണം, ഒരു അച്ഛൻ എന്ന നിലയിൽ എനിക്ക് ഒരു കാരണവശാലും നടത്താൻ ഇഷ്ടമില്ലാത്തൊരു കൂദാശ കുമ്പസാരമാണ്. കാരണം എൻ്റെ ചെറുപ്പകാലത്ത് ആദ്യ സമയത്തൊക്കെ ഞാൻ ചില പള്ളികളിരുന്ന് കുമ്പസാരിച്ച് എൻ്റെ ജീവിതം ഞാൻ വെറുത്തിട്ടുണ്ട്. ആത്മഹത്യയുടെ വക്ക് വരെ ഞാൻ എത്തിയിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് എന്താ പറയണ്ടേ, വളരെ യാതൊരു ആത്മാർത്ഥതയില്ലാതെ ചെയ്യുന്ന ഒരുപാട് മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ എനിക്ക് അർത്താറ്റ് പള്ളിക്കാരോടും അയൽപ്പക്ക പള്ളിക്കാരോടും ഒക്കെ പറയാനുള്ള ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ. കുമ്പസാരത്തിന്റെ മാനദണ്ഡം എന്താന്ന് ചോദിച്ചാൽ ഈ മുടിയൻ പുത്രന്റെ തിരിച്ചറിവാ. എന്താണ്? എൻ്റെ അപ്പന്റെ ഹൃദയത്തെ ദുഃഖിപ്പിക്കുന്നത് എന്തും എൻ്റെ ഹൃദയത്തെയും ദുഃഖിപ്പിക്കണം. ഇത് മാത്രം ചിന്തിച്ചാൽ മതി കുമ്പസാരത്തിന്റെ മാനദണ്ഡം. എൻ്റെ സ്വർഗീയ പിതാവിന്റെ ഹൃദയത്തെ ദുഃഖിപ്പിക്കുന്നത് എന്തും എൻ്റെ ഹൃദയത്തെയും ദുഃഖിപ്പിക്കണം. ഇത് ബോധ്യപ്പെട്ടിട്ട് വേണം നിങ്ങൾ കുമ്പസാരിക്കാൻ. അങ്ങനെയെങ്കിൽ ഈ മുടിയനായ പുത്രനെ സ്വീകരിച്ച ഒരു അപ്പന്റെ കഥ അവിടെ പറയുന്നുവെങ്കിൽ, കാലം ചെയ്ത ബർന്നബാസ് തിരുമേനി കുർബാനയുടെ നിർവചനം എഴുതിയപ്പോൾ പറയുന്നു, ഈ പുരോഹിതൻ കറുപ്പ് വസ്ത്രം ധരിച്ച് മരിക്കപ്പെട്ടവനായ അനുതാപപുത്രനെ പോലെ ഈ മദ്ബഹാട് നടുക്കൽ നിൽക്കുമ്പം അവൻ ആരുടെ സ്ഥാനത്താന്ന് ചോദിച്ചാൽ അവൻ ആ മടങ്ങി വന്ന പുത്രന്റെ സ്ഥാനത്താ. മുടിയന്റെ കാര്യമല്ല, മടങ്ങി വന്ന പുത്രന്റെ സ്ഥാനത്താ. അന്നേരം തിരുമേനി എഴുതുകയാണ്, ആ സന്ദർഭത്തിൽ ത്രോണോസ് ആരെ പ്രതിനിധീകരിക്കുന്നു ചോദിച്ചാൽ ആ മകന്റെ വരവ് കണ്ട് സന്തോഷിക്കുന്ന അപ്പന്റെ സ്ഥാനത്ത് ആര് നിൽക്കുക? ത്രോണോസ് നിൽക്കുക. അതുകൊണ്ടാണ് നോക്കിക്കേ, അടുത്ത രംഗം എന്താണ്? പുരോഹിതൻ പ്രാർത്ഥിക്കുന്നു, ഭക്തിയോടും വിശുദ്ധിയോടും നിന്നെ ശുശ്രൂഷിപ്പാൻ എന്നെ യോഗ്യനാക്കണമെന്ന് പറഞ്ഞ് നടചവിട്ടി അകത്തോട്ട് കയറി കഴിയുമ്പം ആദ്യം പുരോഹിതൻ ചെയ്യുന്നത് ഈ ത്രോണോസിനെ ഓടിച്ചെന്ന് മുത്തുകയാണ്. ആണോ? വട്ടം കെട്ടിപ്പിടിച്ച അപ്പന്റെ ബന്ധത്തിലേക്കുള്ള പ്രവേശനമാണ് തുയബയിലെ ഒന്നാമത്തെ പടി. അത് കഴിയുമ്പോൾ അങ്ങ് മറവലിക്കും അല്ലേ? പിന്നെ അച്ഛാ ഞങ്ങളൊന്നും കണ്ടില്ല, പിന്നെ അച്ഛാ ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. അവിടെയാണ് ദൈവമാതാവിന്റെ മധ്യസ്ഥയിൽ അഭയപ്പെടുന്ന നമുക്ക് അവൾ ദൈവപ്രസവിത്രിയാന്ന് സഭയുടെ പ്രഖ്യാപനത്തോട് ചേർന്ന് വിശ്വസിക്കാൻ സാധിക്കുക. കാരണം പിന്നീട് നടക്കുന്ന ശുശ്രൂഷയുടെ അർത്ഥം പറയുന്ന ഇങ്ങനെയാണ് പിതാക്കന്മാര്, അത് കന്യകമറിയാമിന്റെ ഉദരത്തിൽ ക്രിസ്തു രൂപപ്പെടുന്ന സന്ദർഭമാണ് തുയബ ശുശ്രൂഷ. മനസ്സിലായോ? ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് രൂപപ്പെട്ടു വരുന്നത് നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ കണ്ണിന് കാണാൻ കഴിയാത്ത ഒരു വളർച്ചയുടെ 9 മാസം, 9 അല്ലേ? ഞാൻ പെണ്ണ് കെട്ടാത്തതുകൊണ്ടും പ്രസവം എടുക്കാത്തതുകൊണ്ടും എനിക്കറിയത്തില്ല. പക്ഷേ ഈ കള്ളി അമ്മമാര് പിള്ളേരെ നേടുന്ന എങ്ങനെയാ? എടാ 1ഉം 2ഉം അല്ലടാ 10 മാസം. അത് പറയുമ്പോൾ നെടുവീർപ്പും ഗദ്ഗതവും ഒക്കെ വരും അല്ലേ? പക്ഷെ കണക്ക് എനിക്ക് 9 അല്ലേ? നിങ്ങളൊക്കെ കല്യാണം കഴിച്ചല്ലേ? സന്തോഷത്തിനും കല്യാണം കഴിച്ച. എനിക്ക് കെട്ടാത്തോണ്ട് അറിയാത്തോണ്ട് ഞാൻ ചോദിച്ചാ. എൻ്റെ അമ്മ പറഞ്ഞ കണക്കൊക്കെ എനിക്കറിയത്തുള്ളൂ. അവിടെയാണ് പറയാ, ഒരു സ്ത്രീയുടെ ഉദരത്തിൽ രൂപപ്പെടുന്ന സന്ദർഭം. അങ്ങനെയെങ്കിൽ കർണത്താൽ അവനെ കൈക്കൊണ്ട് ഉദരേ വേറി എന്ന് നാം ആരാധന ഗീതത്തിൽ പ്രഖ്യാപിച്ച ആ വലിയ ശുശ്രൂഷ സന്ദർഭമാണ് എന്ത്? തുയബസ്. അതുകൊണ്ടാണ് മറ അവിടെ വലിക്കുന്നത്. അകത്ത പുരോഹിതൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അപ്പവീഞ്ഞുകളെ കുരിശാകൃതിയിൽ കയ്യിൽ പിടിച്ചിട്ട് ക്രിസ്തുവിന്റെ എല്ലാ മനുഷ്യാവതാര പ്രവർത്തനങ്ങളെയും ആവഹിക്കുകയാണ്. ഇതൊരു രൂപപ്പെടലിന്റെ സന്ദർഭമാണ് എന്ത്? തുയോബോ ശുശ്രൂഷ. ഇനി പറ, എപ്പോ പള്ളി വരണം? തുയോബോയ്ക്ക് പുരോഹിതൻ കയറുന്നതിന് മുമ്പ്, എന്നിട്ട് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് തിരിയും കുരിശും ഒക്കെ പിടിച്ചോണ്ട് നിൽക്കാവുള്ളൂ കേട്ടോ. ഇതൊരു വലിയ ബോധ്യം. അവന്റെ ഗർഭധാരണ സമയത്തിന്റെ സൂചന. വിശുദ്ധ കുർബാനയിലെ 1ാമത് ലൊക്കേറ്റ് ചെയ്ത സ്ഥലം. 2, ആദ്യത്തെ പ്രദക്ഷിണം ഇല്ലേ? വിശുദ്ധ കുർബാനയുടെ പ്രാരംഭത്തിൽ നിന്മാതാവ് വിശുദ്ധന്മാര് സഭ മുഴുവനും ഘോഷിക്കുന്ന ഗീതത്തോടു കൂടി ഒരു പ്രദക്ഷിണമാണ്. ത്രോണോസിന് ചുറ്റും പുരോഹിതൻ ധൂപം വീശി പോകുക അല്ലെ? മറുവാസ, തിരി, യോഹന്നാൻ സ്നാപകന്റെ സ്ഥാനത്ത് ഒരു ശുശ്രൂഷകൻ നിന്ന് ഒരു വലിയ പ്രൊസഷനാണ് അവിടെ നടക്കുക. അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, എരിതി ജ്വാലകളാൽ ചുറ്റപ്പെട്ട കർത്താവിന്റെ ജനനം, പുൽക്കൂടിന് ചുറ്റുമുള്ള പ്രദക്ഷിണമാണ് എന്ത്? 1ാം പ്രദക്ഷിണം. അപ്പൊ നിങ്ങൾ പാടുന്ന പാട്ടിന്റെ അർത്ഥം നിങ്ങൾ ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മുടെ കുർബാനക്രമം വീട്ടിൽ കൊണ്ടുപോയിട്ട് നിന്മാതാവ് വിശുദ്ധന്മാരെന്ന പാട്ടിന്റെ ഗദ്യം ഒന്ന് വായിച്ചു നോക്കണം. കെനോസിസ്, സ്വർഗം വിട്ട് മനുഷ്യനായ എല്ലാം ഉപേക്ഷിച്ച് കളഞ്ഞ ദൈവത്തിന്റെ ആ വലിയ എളിമയെക്കുറിച്ചുള്ള വലിയ പ്രഖ്യാപനം, പുതിയ നിയമ വേദഭാഗമാണ് ആ പാട്ട്. പക്ഷെ നീട്ടിക്കെട്ടി പാടുമ്പം നമ്മൾ ഇതിന്റെ അർത്ഥമൊന്നും മനസ്സിലാക്കാറില്ല. അവിടെയാണ് ഓർത്തോണം, വിശുദ്ധ കുർബാനയിലെ 1ാം പ്രദക്ഷിണത്തിൽ നമ്മൾ എന്തിൽ പങ്കാളികളാകുന്നു? അവന്റെ ജനനത്തിൽ പങ്കാളികളാകും. ഇനി അത് കഴിഞ്ഞ് വരുന്ന ഒരു ക്രൈസ്തുവിന്റെ ഏതാന്ന് ചോദിച്ചാൽ ധൂപക്കുറ്റി വാഴുവിന്റെ സന്ദർഭമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാവോ എന്താണ് ധൂപക്കുറ്റി വാഴുവിന്റെ ക്രിസ്തു ബന്ധം?
അതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങളുടെ കൊച്ചച്ഛൻ ചൊല്ലുമ്പോൾ നല്ല രസമാണ്, ഖദീസ് അല്ലേ? ഇപ്പം എല്ലാവരും ബെഹനാനച്ചൻ ഫാൻസാ. ഹൂത്തോന്നോ കേട്ടോണ്ട് ബാത്റൂമിൽ വരെ പോകുന്നത്, എളുപ്പം ഡൗൺലോഡിങ് നടക്കാനാണെന്ന് പറയാം. പക്ഷെ അവിടെയാണ് ഒരു വലിയ പരാജയം നമുക്ക് എടുക്കുക. നമ്മളല്ല ഈണത്തിലൊക്കെ ഇങ്ങനെ ആശ്രയിക്കുക. ഇപ്പം ആശാഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ വഴിയെ പോകുന്ന അച്ഛന്മാരെല്ലാം പാട്ടിറക്കുക, പെസഹായാൽ പെസഹ, നമ്മളെല്ലാം റിംഗ് ടോൺ ആയിട്ടും വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ടും ഒക്കെ ഇടുക. പക്ഷെ അവിടെ എൻ്റെ ചോദ്യം അതാണ്, ഇത്രയും വർഷം ആരാധനയിൽ പങ്കെടുത്തിട്ട് എൻ്റെ ഒരു ക്രൈസ്താനുഭവത്തെ ഈ കുർബാനയിൽ ഈ രംഗത്തിൽ എന്താണെന്ന് ബോധ്യപ്പെടാൻ എനിക്ക് സാധിച്ചില്ലെങ്കിൽ ഞാൻ ഈ കുർബാനയ്ക്ക് മുമ്പിൽ പറഞ്ഞ ആമീൻ്റെ അർത്ഥം എന്നാ? ധൂപക്കുറ്റി വാഴയിൽ അച്ഛന്മാർ ഓരോ പ്രാർത്ഥന പറയുമ്പോഴും നിങ്ങൾ ഒരു നാണവും ഇല്ലാതെ പറയും ആമീൻ അല്ലേ? പരിശുദ്ധനായ പിതാവ് പരിശുദ്ധന ആമീൻ. അവിടെയാണ് എൻ്റെ ചോദ്യം, നിങ്ങൾ എന്തിനാ ആമീൻ പറഞ്ഞേ? അവിടെയാണ് ഇവിടെ ഉത്തരം ഇതാണ്. എന്താണ് ധൂപക്കുറ്റി വാഴ്വെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, അത് നമ്മുടെ കർത്താവിന്റെ മാമോദീസായ. മനസ്സിലായോ? ധനഹാ പെരുന്നാളിന്റെ സന്ദർഭമാണ് ധൂപക്കുറ്റി വാഴ്വിന്റെ സന്ദർഭം. നമ്മൾ എത്രയോ വർഷമായിട്ട് ഈ വിശ്വാസ പഠനം നിർവഹിക്കുമ്പോൾ പറയുന്നുണ്ട്, ശിശുസ്നാനം ശരിയാണോ അല്ലയോ? ശരിയാണോ? പെന്തിക്കോസുകാർ വന്ന് ചോദിക്കുമ്പം അച്ചായൻ പറയും ഇപ്പം തിരക്കാം, ഞാൻ പിന്നെ പറയാന്ന് പറയും. അമ്മാമ്മ ഒന്നുകൂടെ സാരി മുന്നോട്ട് വലിച്ചിടും, കാരണം നമുക്ക് ഇതുവരെയും ഉറപ്പ് വന്നിട്ട്. കാരണം പെന്തിക്കോസുകാരൻ ചോദിക്കും, കർത്താവ് മാമോദിസ മുങ്ങിയ എത്രാമത്തെ വയസ്സിലാണ്? നിങ്ങൾ കണ്ണു തുറന്നിരുന്ന് ഉറങ്ങുവാണോ? ചില ആന്റിമാരൊക്കെ അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. ഞാനൊരു സന്യാസി കേട്ടോ, അല്ലേ തന്നെ ജീവിക്കാൻ നിവൃത്തിയില്ല. പെണ്ണുങ്ങളൊക്കെ അങ്ങനെയൊക്കെ കാണിച്ചാൽ വലിയ പ്രയാസമാണ്. ഉറക്കം വരുന്നുണ്ടോ? എന്നാ ഒന്ന് പറഞ്ഞേ, എത്രാമത്തെ വയസ്സിലാ? അപ്പൊ ഈ ഒന്നും അറിയാത്ത ഈ കുഞ്ഞിനെ മുക്കിപ്പൊക്കിയത് കൊണ്ട് എന്നാ അർത്ഥം? ഇതാ അവർ ചോദിക്കുന്ന ചോദ്യം. നമുക്കൊരു ആശങ്കയാ അല്ലേ? അവിടെയാണ് ഒരു ഓർത്തഡോക്സ് വിശ്വാസിക്ക് ഒന്നാമതുണ്ടാകണമെന്ന് ബോധ്യം. ക്രിസ്ത്യൻ ബാപ്റ്റിസം ആൻഡ് ക്രൈസ്റ്റ് ബാപ്റ്റിസം ആർ ഡിഫറെന്റ്. ക്രിസ്തുവിന്റെ മാമോദീസയും ക്രിസ്തീയ മാമോദീസയും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താണ് ക്രിസ്തീയ മാമോദീസയുടെ പ്രത്യേകത? ഇപ്പം ബലിയിൽ ചൊല്ലിത്തീർത്തതേ ഉള്ളൂ. പാപമോചനത്തിനുള്ള മാമോദീസ ഇത് ചൊല്ലിപ്പോ ഓർത്തിട്ടുണ്ടോ? ഇതാണ് സത്യം എന്നുള്ളത്. പാപമോചനത്തിനുള്ള മാമോദീസ ഒരിക്കലാണോ ഒന്നാണെന്ന് നമ്മുടെ തിരുമേനിമാരും അല്ല ഇതുവരെ തീർപ്പാക്കിയിട്ടില്ല അല്ലേ? അതൊന്നേ ഉള്ളൂ. അതാണ് സഭയിൽ ഞാൻ മുങ്ങിയ മാമോദീസ. എന്നാൽ ക്രിസ്തുവിന്റെ മാമോദീസ അപ്പൊ എന്താ? ക്രിസ്തുവിന്റെ മാമോദീസ പറയുന്ന ഇതാണ്, പരിശുദ്ധ തൃത്വം ലോകത്തിന് വെളിപ്പെട്ടതാണ് ക്രിസ്തുവിന്റെ മാമോദീസ. ബോധ്യപ്പെട്ടോ? പരിശുദ്ധ തൃത്വം ആദ്യമായി ലോകത്തിന് പ്രത്യക്ഷപ്പെട്ട ദിവസമാണ് ധനഹാ പെരുന്നാൾ. എന്താണ് അവിടെ സന്ദർഭം? അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, യോർദാനിൽ യോഹന്നാൻ സ്നാപകന്റെ മുന്നിലേക്ക് ക്രിസ്തു ഇറങ്ങി വരുമ്പം, ജനമധ്യേ നിൽക്കുന്ന ക്രിസ്തുവിന്റെ യോർദാന്റെ അനുഭവത്തിൽ നിൽക്കുമ്പം പിതാവിന്റെ ശബ്ദം മുകളിൽ നിന്ന് പുറപ്പെട്ടു. ആണോ? ഇവൻ എന്റെ പിതാവിന്റെ ശബ്ദം അവിടെ കേൾക്കപ്പെട്ടു. തൃത്വത്തിൽ ഒന്നാമൻ. 2, പുത്രന്റെ സാന്നിധ്യം യോർദാനിൽ യോഹന്നാന്റെ മുൻപാകെ നിൽക്കുക. ആണോ? ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന കുഞ്ഞാടിനെ പോലെ ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ട ആളാത്വത്തിൽ രണ്ടാമനായ പുത്രൻ തമ്പുരാൻ അവിടെ നിൽക്കുന്നു. നിങ്ങൾ മാമോദീസയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? അതോ ഇതിന് മാത്രമേ പോകാറുള്ളൂ? പണ്ട് ഞങ്ങൾക്ക് അച്ഛന്മാർക്കൊക്കെ ഒരു കല്യാണം എന്നൊക്കെ പറഞ്ഞ് നടത്താനും ക്ലീലോപീതയൊക്കെ ചൊല്ലാനും ഒരു ഉത്സാഹമായിരുന്നു. ഇപ്പൊ വന്ന് ഉത്സാഹം. കാരണം എന്നാ? കല്യാണത്തിന് 20 പേരെ കാണത്തുള്ളൂ. പക്ഷെ ആ കഴിക്കുന്നിടത്ത് എന്നാ ഇടിയോടിടിയാ. ഒരു 4-5 വർഷം മുമ്പ് ഞാനൊരു കല്യാണം കെട്ടിച്ചു. അത് കഴിഞ്ഞപ്പം വെല്ലിച്ചനോട് പറഞ്ഞു, അച്ഛൻ ഞാൻ ഹോളിലോട്ട് വരുന്നില്ല, അച്ഛനൊന്ന് പോയി നിയന്ത്രിക്കാൻ പറഞ്ഞു. ഷട്ടറിന്റെ മുമ്പിൽ പോയി നിന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ. ഒരു അമ്മാമ്മ തട്ടിയിട്ടിട്ട് എൻ്റെ ഇടുപ്പിലൊടിയേണ്ടതായിരുന്നു. കാരണം തള്ളയ്ക്ക് ആ തിന്നാൻ കയറാനുള്ള ആവേശമാണ്. അവിടെയാണ് എൻ്റെ പ്രിയ വിശ്വാസികളെ, എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, ഒരു കൂദാശയ്ക്ക് ഒരുത്തം വിളിച്ചാൽ ആ കൂദാശയിൽ വേണം ആദ്യം. ഞാൻ അങ്കമാലി ഭദ്രാസനത്തിലെ ഒരു വൈദികനായിരുന്നു. അപ്പം എന്നെ അങ്കമാലിയിൽ ഒരാൾ വിളിച്ചു, അച്ഛൻ എൻ്റെ മകന്റെ കല്യാണമാ, ഗ്രീൻ പാർക്കിൽ വെച്ചാണ് റിസപ്ഷൻ, അച്ഛൻ കല്യാണത്തിന് റിസപ്ഷൻ അങ്ങോട്ട്. ഞാൻ എടുത്ത വായവനോട് പറഞ്ഞു, ഞാൻ ഉണ്ണാനില്ലാതിരിക്കുകയല്ല. ഒരു പുരോഹിതനായ എന്നെ അവന്റെ മകന്റെ ശുശ്രൂഷയ്ക്ക് പ്രാർത്ഥിക്കാനല്ല വിളിച്ചത്, ഉണ്ണാനാ വിളിച്ചത്. ഉണ്ണാമണിയന്മാരായി നമ്മളിങ്ങനെ പോകുന്നിടത്താണ് നമ്മുടെ വിശ്വാസ ജീവിതം പരാജയപ്പെട്ടു പോകുന്നത്. അവിടെ നിങ്ങളെ ആരേലും മാമോദീസ വിളിച്ച ആ കല്ലിനോട് അടുത്ത് ജർണത്തിന്റെ തൊട്ടുപുറകിൽ പോയി നിന്നത് നോക്കണം, എന്തെല്ലാമാ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ സമൂഹലച്ചൻ ചൂടുവെള്ളവും പച്ചവെള്ളവും കൂടെ കലർത്തുന്നത്. ആണോ? നിങ്ങളുടെ വികാരിക്ക് നിങ്ങളുടെ പിള്ളേർക്ക് പനി വരാതിരിക്കാൻ സ്നേഹം കൊണ്ട് ചെയ്യുന്നതാണോ? അയ്യോ, ഞങ്ങളുടെ സമൂഹലച്ചൻ എന്നാ സ്നേഹമാണ്, എൻ്റെ കൊച്ചിന് പനി വരാതിരിക്കാൻ അച്ഛൻ ചൂടുവെള്ളവും കൂടെ. ആണോ? അതിന്റെ അർത്ഥം ഇതാണ്, ക്രിസ്തു സാക്ഷാൽ ദൈവപുത്രൻ
ഈ പ്രകൃതിയുടെ മധ്യേ യോർദാനിലേക്ക് ഇറങ്ങിയപ്പം യോർദാനിലെ വെള്ളം, സാധാരണ വെള്ളം ഊഷ്മളമായി തീർന്നുവെന്ന, ചൂടുള്ളതായി തീർന്നു. ഇതിന്റെ സൂചനയാണ്, ഇതേ യോർദാന്റെ പ്രവർത്തനമാണ് ഈ മാമോദീസ കല്ലിൽ നടക്കുന്നത്. ഇതാണ് സൂചന. ഓർത്തെ, എത്രയോ ആഴവും പരപ്പും ഉള്ളത് നമ്മുടെ ആരാധന. അവിടെയാണ് പറയുക, പുത്രൻ തമ്പുരാൻ യോർദാനിൽ സാന്നിധ്യം കൊണ്ട് അവനുണ്ട്. പിതാവിന്റെ ശബ്ദം, പുത്രന്റെ സാന്നിധ്യം. 3 പറയുന്നു, പരിശുദ്ധ റൂഹ പ്രാവെന്ന പോലെ ഇറങ്ങി വന്നു. ഇതെല്ലാം ഈ ജനം കണ്ടതാ ആണോ? പരിശുദ്ധ റൂഹ പ്രാവെന്ന പോലെ ഇറങ്ങി. ഇങ്ങനെ പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹ തൃത്വം ലോകത്തിന് പ്രത്യക്ഷപ്പെട്ട സന്ദർഭമാണ് കർത്താവിന്റെ മാമോദീസ. പെന്തിക്കോസുകാരൻ വരുമ്പോൾ അവന്റെ ചെവി തുളച്ചിത് പറഞ്ഞു കൊടുക്കണം, വേണ്ടേ? ഇതാണ് കർത്താവിന്റെ മാമോദീസ. ഇത് തന്നെയാണ് പുരോഹിതനെ നിർവഹിക്കുക. പുരോഹിതൻ ശുശ്രൂഷകനോടൊപ്പം ജനത്തിന് അഭിമുഖമായി നിന്നിട്ടാണ് പറയുന്നത്. ധൂപക്കുറ്റിയുടെ ഓരോ കണ്ണികളിലും പിടിച്ചിട്ട് പറയുന്നത്, പരിശുദ്ധനായ പിതാവ്. ഇത് മനസ്സിലാക്കിയിട്ടേ ആമ്യം പറയാവുള്ളൂ, ഇല്ല കോട്ടുവായിടുന്ന പോലെ ഇനി ആമ്യം പറഞ്ഞ മോന്ത പിടിച്ച് ഭിത്തിക്കുറയ്ക്കും. ഇങ്ങനെ മണവും ഗുണവും ഇല്ലാത്ത വിശ്വാസിയായിട്ടത് കൊണ്ടാണ് സഭയ്ക്ക് മുഴുവൻ ദോഷം. അവിടെയാണ് എൻ്റെ വിശ്വാസത്തെക്കുറിച്ച് എനിക്ക് ബോധ്യം ഉണ്ടാകുന്നിടത്ത് എൻ്റെ ആരാധന എന്നെ മടുപ്പിക്കത്തില്ല. മടുപ്പിക്കുവോ? കുർബാനം കയ്യിലെടുത്ത് പിടിച്ചാലും, കുർബാനക്രമം കൈ പിടിച്ചോണ്ട് നിന്നാലും നമ്മുടെ ബോധം ചുറ്റിപ്പോകുന്ന എന്തോന്നാന്ന് ചോദിച്ചാൽ നമുക്കിതിലൊന്നും ഒരു ആഴവും പരപ്പും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ ധൂപക്കുറ്റി വാഴ്വ് കഴിയുന്ന ഉടനെ, അതുകൊണ്ട് ഈണം ശ്രദ്ധിക്കരുത്, അർത്ഥം ശ്രദ്ധിക്കണം. ഞാനൊന്ന് വിദേശത്ത് പോയി 8 നോമ്പിന്, കഴിഞ്ഞ 8 നോമ്പിന് കുവൈറ്റിൽ ചെന്ന് കുർബാനയെല്ലാം കയറാൻ നേരത്ത് ഒരു അച്ചായൻ വന്ന് എൻ്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ ഇന്ന് ധൂപക്കുറ്റി വാഴ് സുറിയാനി കീച്ചണം. ഞാൻ സുറിയാനിക്ക് എങ്ങനെയാ ജയിച്ചതെന്ന് എനിക്കും കോനാട്ടച്ചനും ദൈവം തമ്പുരാനും മാത്രമേ അറിയത്തുള്ളൂ. അപ്പൊ എന്നോടാണ് ആ കാർന്നൂർ വന്നിട്ട് പറയുന്നത്, അച്ഛൻ ഇന്ന് സുറിയാനി കീച്ചണം. അവിടെയാണ് എൻ്റെ ചോദ്യം. ആരാധനയുടെ ഈണത്തിനപ്പുറത്ത് ആരാധനയുടെ അർത്ഥം അന്വേഷിക്കാനുള്ള ബാധ്യത ഒരു വിശ്വാസി എന്നതിൽ നമുക്കുണ്ട്, ഇല്ലേ? അവിടെയാണ് ഈ ധൂപക്കുറ്റി വാഴ്വ് കഴിഞ്ഞു കഴിയുമ്പം ധൂപക്കുറ്റിയുമായിട്ട് ശുശ്രൂഷക്കാരൻ, ആർത്താറ്റുപള്ളിക്കാരൻ നടുക്കൂടെ അങ്ങ് വരും. കൊതുകിനെ ഓടിക്കാൻ വരുന്നതാണോ? പക്ഷേ നിർഭാഗ്യവശ വീശുന്ന ധൂപക്കുറ്റിക്കാരനും അറിയത്തില്ല ഇവൻ എന്തിനാണ്. നമ്മുടെ പല ശുശ്രൂഷക്കാരും ഏകദേശം അങ്ങനെയൊക്കെയാണ്. ഇവിടുത്തെയല്ലേ ഞാൻ പറഞ്ഞത്, ഏകദേശമായി അവൻ ചെയ്യുന്ന എന്നാന്ന് അവനും ബോധ്യമില്ല, ദൈവം തമ്പുരാന് പോലും മനസ്സിലാകത്തില്ല. ഈ ധൂപക്കുറ്റിയുമായിട്ട് വരുന്നവന് ഒരർത്ഥം പറയാനുണ്ട്. പിതാക്കന്മാർ പറയുന്നു, ഇറ്റ് ഈസ് എ ലെറ്റർ ഓഫ് ഡിസ്പേഴ്സൽ. പിരിച്ചയക്കുന്ന ഒരു കത്തുമായിട്ട് വരികയാണ് ആര്? ധൂപക്കുറ്റിക്ക്. എന്താണെന്നറിയാമോ? ഈ തൃത്വത്തിൽ മുൻപ് പുരോഹിതൻ നിങ്ങളുടെ മുൻപാകെ പറഞ്ഞ തൃത്വത്തിൽ വിശ്വസിക്കാത്ത ഒരാൾക്ക് പോലും തുടർന്നുള്ള ആരാധനയിൽ സംബന്ധിക്കാൻ അനുവാദമില്ല. അവിടെയാണ് ധൂപക്കുറ്റി നിങ്ങളുടെ മുൻപാകെ ആ ശുശ്രൂഷകരൻ വീശുമ്പം അവന്റെ മുൻപാകെ തലവണക്കി, ആ ധൂപത്തിന് മുൻപാകെ തലവണക്കിയിട്ട് കുരിശു വരയ്ക്കണം. അതിന്റെ അർത്ഥം ഇതാണ്, ഐ പ്രൊക്ലെയിം മൈ ഫെയ്ത്ത് ഇൻ ദിസ് ഹോളി ട്രിനിറ്റി. ഞാൻ എൻ്റെ വിശ്വാസം ഈ തൃത്വത്തിൽ അടിയുറച്ച് പ്രഖ്യാപിക്കുന്നു. പറഞ്ഞു മനസ്സിലായോ? ധൂപക്കുറ്റിക്കാരും വരുമ്പോൾ ഇനി ചെയ്യേണ്ട പ്രാർത്ഥന ഇതാണ്, ഞാൻ തൃത്വത്തിൽ, പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹ എന്ന തൃത്വത്തിൽ ഞാൻ വിശ്വാസം ഉറപ്പിച്ചിരിക്കുന്നു. ഇത് കഴിഞ്ഞിട്ടാണ് ശുശ്രൂഷക്കാരൻ തിരിച്ചു വന്നിട്ട് പറയുന്നത്, എല്ലാം പെർഫെക്റ്റ്, ഓൾ റൈറ്റ്, സ്തൗമൻ കാലോസ്. എന്നിട്ടാണ് ആരാധന മുൻപോട്ട് പോവുക. നോക്കിക്കേ, എത്ര സിസ്റ്റമാറ്റിക് ആണ് നമ്മുടെ ആരാധന, എത്ര അർത്ഥഗർഭമാണ് നമ്മുടെ ആരാധന. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു ക്രൈസ്റ്റുവിന്റെ ഏതാന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഖണ്ഡിപ്പിന്റെ സമയമാണ്, അല്ലേ? അന്നേരം ശുശ്രൂഷക്കാരൻ ഒരു പാട്ട് കീച്ചു തരും, അന്നേരം ഏകദേശം അമ്മാമ്മയും അച്ചായനും ഒക്കെ അങ്ങ്. പക്ഷെ നിങ്ങൾ എപ്പോഴേലും ശ്രദ്ധിച്ചോ, ആ പാട്ടിന്റെ അർത്ഥത്തിൽ തന്നെ, ആ വരി തന്നെ സംഗതി കിടപ്പുണ്ട്. സ്ത്രോപ്പന്മാർക്ക് പോലും അവരുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തൊരു വലിയ രഹസ്യമാണ് ഇനി നടക്കുന്നത്. എന്താണ്? ക്രിസ്തുവിന്റെ കുരിശുമരണവും പുനരുദ്ധാനവും. അവിടെ ഈ ദുഃഖവെള്ളിയാഴ്ചന്റെ എലാബറേറ്റഡ് സ്റ്റേറ്റ്മെന്റുകൾ നടത്തും. എന്താണ് പറയുക? അവന്റെ നഗ്നതയ്ക്ക് കൂട്ടുപോകേണ്ടതിന്, മറക്കേണ്ടതിന് പ്രകൃതി പോലും അവനോടൊപ്പം നിന്നു എന്നാ പറയുക, അല്ലേ? എന്ത് ചെയ്തു? സൂര്യൻ അതിന്റെ കിരണങ്ങളെ പിൻവലിച്ചു. സൂര്യൻ അതിന്റെ കിരണങ്ങളെ പിൻവലിച്ചു. ഭൂമിയിൽ അന്ധത വ്യാപിച്ചു. ഈ അന്ധതയുടെ സൂചനയാണ് എന്ത്? മറവലിക്കുന്നത്. അത് മദ്ബഹായല്ല മറച്ചത്, ത്രോണസ്. കാരണം അവിടെ നടക്കുന്നത് ഒരു രഹസ്യത്തിന്റെ ശുശ്രൂഷയാ. അന്നേരമാണ് ചില ശുശ്രൂഷകന്മാര് തിരി നന്നാക്കാൻ വരുന്നത്, അവനെ ഓടിക്കണം അവിടുന്ന്. അത് രഹസ്യത്തിന്റെ വലിയ കൂദാശയാ. അവിടെ ഓർത്തോണം, എന്താണ് നടക്കാന്ന് ചോദിച്ചാൽ, എനിക്ക് വേണ്ടി കുരിശൻ മരിച്ച ക്രിസ്തുവിന്റെ മരണവും പുനരുദ്ധാനവും സാധ്യമാകുന്ന ഇടമാണ് ഖണ്ഡിപ്പിന്റെ ശുശ്രൂഷ.
ആ ഒരു ധ്യാനം ആ സന്ദർഭത്തിൽ ഉണ്ടാകണം. അത് കഴിഞ്ഞ് പിന്നീട് വരുന്ന ഒരു വലിയ രംഗം ഏതാന്ന് ചോദിച്ചാൽ, കാസാഭിലാസകളെ അച്ഛൻ ഉയർത്തി പ്രാർത്ഥിക്കും. പരിശുദ്ധനായ ഏകപിതാവും എന്താണ് ആ സൂചന എന്ന് ചോദിച്ചാൽ നമ്മുടെ കർത്താവിന്റെ സ്വർഗാരോഹണമാണ്. അതുകൊണ്ടാണ് കാസാഭിലാസകളെ അച്ഛൻ തലയ്ക്ക് മീതെ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കും. അത് കർത്താവിന്റെ സ്വർഗാരോഹണം. ഇത്രയും കഴിഞ്ഞു പോയ അനുഭവങ്ങളുടെ അനുസ്മരണമെങ്കിൽ ഇനി അവസാനം ഒരു ഫൈനൽ പ്രൊസഷൻ പുരോഹിതം നടത്തും. എന്താ? കാസാഭിലാസകളുമായിട്ട് പടിഞ്ഞാറോട്ട് എഴുന്നള്ളി വരും, ഇല്ലേ? അതെന്തിന്റെ സൂചനയാന്ന് ചോദിച്ചാൽ ഇനി വരുവാനുള്ള നമ്മുടെ കർത്താവിന്റെ രണ്ടാമത്തെ വരവിന്റെ. അപ്പൊ എങ്ങനെ നിൽക്കണം പള്ളിയിൽ? മുഴുവനും, പ്രകൃതി മുഴുവനും, സൃഷ്ടി മുഴുവനും സർവശക്തനായ ദൈവത്തിന്റെ മുൻപാകെ കുമ്പിട്ട് നിൽക്കുക. ഓർത്തെ, നമ്മുടെ പ്രവർത്തികളെ പരിശോധിക്കുന്ന അന്തിമമായ ന്യായവിധിയുടെ ഒരു ലക്ഷണവും സൂചനയുമാണ് ഇത്. ഇനി പറ, നമ്മുടെ കുർബാനയോളം ആഴമേറിയ ഒരു അനുഭവം തരുന്ന ക്രിസ്തു അനുഭവത്തിലേക്ക് നമ്മളെ നയിക്കുന്ന മറ്റേത് കൂദാശയുണ്ട്? പക്ഷെ നിർഭാഗ്യവശാൽ ഇത്രയും കാര്യങ്ങളുടെ ഒരു ബോധ്യത്തിൽ നമ്മുടെ ആരാധന ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മൾ കുറ്റം പറയും, അച്ഛന്മാർ ശരിയല്ല, മെത്രാച്ചന്മാർ ശരിയല്ല, ഈ സഭയിൽ നിന്നിട്ടൊരു മണവും ഗുണവും ഇല്ല, അല്ലേ? മറ്റു സാറുമാരും എല്ലായിരുന്നെങ്കിൽ തലേ കൈവച്ചോട്ടനെ ബോധം പോയേനെ. അങ്ങനെ ചില ആത്മീയതകളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ തമാശയ്ക്ക് പറയാറുണ്ട്, ഞങ്ങൾ ഈ കറുത്തുപ്പായ ഒരു 10 ദിവസം അലക്കായിരുന്നാൽ മതി, ഏതവനെയും ബോധം കെടുത്താം, അല്ലേ? ചില സ്ത്രീകൾക്കൊക്കെ വലിയ വിശ്വാസം എങ്ങനെയാന്ന് വെച്ചാൽ കൃപാസനത്തിൽ പോയാലേ, പത്രം അരച്ചു കുടിച്ചാലേ. അടുത്തിടെ ഒരു സെമിനാരിക്കാരൻ കയറിയത് തന്നെ കൃപാസനത്തിൽ പോയത്, അവനെ പള്ളിയിൽ നിന്ന് ഇറക്കി വിടണമെന്നുള്ള എൻ്റെ അഭിപ്രായം. അവിടെയാണ് എൻ്റെ അന്വേഷണം, എൻ്റെ സഭാവിശ്വാസം. ഒരു ബോധ്യത്തിൽ നിന്നല്ലെങ്കിൽ ഞാൻ പരാജയപ്പെട്ടൊരു വിശ്വാസിയാ, ഒരു കേവല വിശ്വാസിയാ. അതിൽ നിന്നൊരു മാറ്റം ഈ ഒരു അനുഭവങ്ങളിലൂടെ നമുക്കുണ്ടാകണം. അതിനെയാണ് ഞാൻ നിങ്ങളെ ആദ്യം കൊണ്ടുപോയത് ബേത്ലഹേമിലേക്കുള്ള വഴി, ഒരു അന്വേഷണത്തിന്റെ വഴി. നോമ്പിലെ ഒരു ഞായറാഴ്ച ഒരു സ്ത്രീയാണ് പ്രധാന വിഷയം. കനാന്യക്കാരിയുടെ, നിങ്ങൾ പ്രതിവാക്യമൊക്കെ പറഞ്ഞു, എനിക്ക് എൻ്റെ ശ്വാസം മുട്ടിപ്പോന്നു, അതുകൊണ്ടാ. കനാന്യക്കാരിയുടെ ഞായറാഴ്ച, അല്ലേ? നിങ്ങൾ തലേദിവസവും പിറ്റേ ദിവസവും കുർബാനയ്ക്ക് അതിൽ പങ്കെടുക്കുകയാണെങ്കിൽ തലേദിവസം ഏവങ്കേലിയൻ വായിക്കുന്ന വേദഭാഗം മർക്കോസ് ഏവങ്കേലിസ്തയുടെ സുവിശേഷത്തിൽ നിന്നാണ്. അവിടെ മർക്കോസ് ഏവങ്കേലിസ്ത ഈ സ്ത്രീയെ ജോഗ്രഫിക്കലി റെക്കോർഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: സോർ സീദോൻ പ്രദേശങ്ങളിലെ ഫൊയ്നീക്കക്കാരിയായ സ്ത്രീ. മർക്കോസ് എഴുതിയത് എങ്ങനെയാണ്? സോർ സീദോൻ പ്രദേശങ്ങളിലെ ഫൊയ്നീക്കക്കാരി, ഫീനിക്സ് എന്ന് പറഞ്ഞ സ്ഥലം. പിറ്റേ ദിവസം കുർബാനയ്ക്ക് വരുമ്പം മത്തായി ശ്ലീഹയുടെ ഏവെങ്കിലും ഭാഗം വായിക്കുക. അവിടെ മത്തായി ശ്ലീഹ എഴുതുന്നത് ഇങ്ങനെയാണ്: സോർ സീദോൻ പ്രദേശങ്ങളിലെ കനാന്യക്കാരി. രണ്ടും ഒന്ന് തന്നെയാ സംഗതി. പക്ഷെ എന്തിനാണ് രണ്ട് ജോഗ്രഫിക്കൽ ഐഡന്റിറ്റി അവൾക്ക് കൊടുക്കുന്നതെന്നുള്ളതിന് ഒരു ഉത്തരം പറയാനുണ്ട്. ഉത്തരവിതാണ്: മർക്കോസ് എവങ്കേലിസ്ത ഈ സ്ത്രീയെ ഫൊയ്നീക്കക്കാരി എന്ന് പരിചയപ്പെടുത്തുന്ന മറ്റൊന്നും കൊണ്ടല്ല. ഫൊയ്നീക്ക എന്ന പ്രദേശം റോമൻ അധികാരത്തിന്റെ കീഴിലുള്ള ഒരു ചെറിയ. ഈ റോമാക്കാർക്ക് ഏറ്റവും പുച്ഛമുണ്ടായിരുന്ന ഒരാളാണ് ആര്? ക്രിസ്തു. അതുകൊണ്ടാണ് അവനെ നിന്ദിക്കാവുന്നതിന്റെയും പരിഹാസിക്കാവുന്നതിന്റെയും ഏറ്റവും അങ്ങേ തലക്കൽ പരിഹസിച്ചവരാണ് ആര്? റോമാക്കാര്. പടയാളികൾ എന്താ ചെയ്തത്? ചുവന്ന കുപ്പായം അവനെ ധരിപ്പിച്ചു, ഇല്ലേ? മുൾക്കിരീടം വെച്ച് കയ്യിലൊരു കോലും കൊടുത്തിട്ട് രാജാവേ ജയ ജയ എന്ന് പറഞ്ഞവനെ പരിഹസിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്, ഇല്ലേ? റോമക്കാർക്ക് വളരെ പുച്ഛമുണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് ആര്? ക്രിസ്തു. അവിടെയാണ് ഈ റോമക്കാരെ ലജ്ജിപ്പിക്കേണ്ടതിന് മർക്കോസ് എവങ്കേലിസ്ത പറയാണ്: നിങ്ങളുടെ ഭൂപ്രകൃതിയിൽ നിന്ന്, ഭൂപ്രദേശത്ത് നിന്ന് ഒരു വിജാതീയ സ്ത്രീ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് മുന്നോട്ട് വരികയാണ്. എന്നിട്ട് അവൾ എന്താ ചെയ്തത്? അവൾ വന്ന് കർത്താവിനോട് ഒരു ആവശ്യം ഉന്നയിച്ചു. അവളുടെ ഒരു പ്രൊവോക്കിംഗ് ഫെയ്ത്ത്, അല്ലെ, വെല്ലുവിളിക്കുന്ന ഒരു വിശ്വാസത്തെ ക്രിസ്തുവിന് അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത്. ഏറ്റവും കഠിനമായിട്ട് പ്രതിവെക്കുന്നത് ഇങ്ങനെയാണ്: മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക്. പക്ഷെ അവളെ ഞാൻ പറയും, അവൾ ഉത്തമയായ ഒരു അമ്മയായിരുന്നു. ഉത്തമയായ ഒരു അമ്മയായിരുന്നു. അവൾ എന്ത് പറഞ്ഞു? നിന്റെ മേശയിലെ ഭക്ഷണമൊന്നും എനിക്ക് വേണ്ട, മക്കളുടെ ഭക്ഷണം വേണ്ട, പക്ഷേ മേശയിൽ നിന്ന് വീഴുന്നത് എന്റെ അവകാശമാണ് എങ്കിൽ അത് മേടിച്ചുകൊണ്ടേ ഞാൻ പോകൂ. ഇങ്ങനെ പ്രഖ്യാപിച്ച വിജാതീയ സ്ത്രീയെ മുന്നിൽ നിർത്തിയിട്ട് മർക്കോസ് എവങ്കേലിസ്ത റോമക്കാരോട് പറയുന്നു: നിങ്ങൾ പുച്ഛിച്ചു തള്ളിയ ക്രിസ്തുവിലാണ് രക്ഷ. ക്രിസ്തുവിനെ അന്വേഷിച്ച് ധൈര്യപൂർവ്വം മുന്നോട്ട് വന്ന ഒരു സ്ത്രീയെ പരിചയപ്പെടുത്തുകയാണ്. ഇനി പിറ്റേ ദിവസം മത്തായി ശ്ലീഹായ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഒരു കനാന്യക്കാരി. എന്തുകൊണ്ടാണ്? മത്തായി ശ്ലീഹയുടെ സുവിശേഷം നിങ്ങൾ വായിക്കുമ്പോൾ അറിയാം, അത് ആർക്ക് എഴുതിയതാ? യഹൂദന്മാർക്ക് എഴുതിയതാ. യഹൂദനൊരു കുഴപ്പമുണ്ട്, അവൻ മാത്രമേ ഉള്ളൂ മികച്ചത്.
ചിലപ്പം ആർത്താറ്റുപള്ളിക്കാർക്കും അങ്ങനെ ഒരു തോന്നലുണ്ടാകാൻ സാധ്യതയുണ്ട്. ഞങ്ങളെ കഴിഞ്ഞേ വെറുതെ കേട്ടോ, അങ്ങനെ വലിയ ആൾക്കാരൊന്നും വേണ്ട, നിലത്തും താഴെയൊക്കെ നിന്നാൽ മതി, ഞങ്ങളെ കഴിഞ്ഞേ ആളുള്ളൂ. അവിടെയാണ് യഹൂദൻ വിശ്വസിച്ചത് രക്ഷ അവന് മാത്രമാണ്. അവൻ പുച്ഛിച്ചു തള്ളിയ ഒരു വർഗം. അത് മാത്രമല്ല, ഇവന്റെ ചരിത്രം നോക്കിയാൽ ഇവനെ ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്ത ഒരു വിഭാഗമാണ് കനാന്യര്. അവിടെയാണ് അവർ വിശ്വസിച്ച് ഒരിക്കലും കനാന്യൻ ദൈവാനുഭവത്തിലേക്ക് പ്രവേശിക്കത്തില്ല. രക്ഷ ആർക്കാ? എനിക്ക് മാത്രമുള്ളതാ. ഇന്ത്യയുടെ ചരിത്രം പഠിച്ച കുഞ്ഞുങ്ങളൊക്കെ കുറച്ചുപേര് ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ഇന്ന് പറ്റിപ്പോകുന്ന ഒരു കുഴപ്പം എന്നാന്ന് വെച്ചാൽ ഇന്ത്യക്ക് പുതിയ പുതിയ ചരിത്രങ്ങൾ ഉണ്ടാകുക. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി തയ്യാറാക്കിയത് ആരാന്ന് പറയാമോ? ഏത് ദിവസം അറിയത്തില്ലെന്ന് എനിക്കറിയായിരുന്നു, ചരിത്രം അറിയത്തില്ലേ? ഇനി എങ്ങനെ ഈ എല്ലാത്തിനും A+ മേടിച്ചിട്ട് തെങ്ങ കയറിയിരിക്കുന്നേ? അംബേദ്കർ അല്ലേ? അംബേദ്കർ ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ നല്ല വിദ്യാഭ്യാസമൊക്കെ ഇങ്ങനെ നിർവഹിക്കുന്ന വിദേശത്ത് നിൽക്കുന്ന സമയത്ത് ദേശസ്നേഹികളായ മനുഷ്യർ ഈ സ്വാതന്ത്ര്യ പ്രകടനങ്ങളൊക്കെ ഇങ്ങനെ ആരംഭിക്കുന്ന സമയത്ത് ഈ സമർത്ഥനായ ചെറുപ്പക്കാരൻ അംബേദ്കറിന് അടുത്ത് വന്നിട്ട് പറയും, ഗാന്ധി ഉൾപ്പെടെ വന്നിട്ട് പറയും, നമ്മുടെ മാതൃരാജ്യത്തിന് വേണ്ടി പോരാടണം, മാതൃരാജ്യത്തിന് വേണ്ടി പോരാടണം. അംബേദ്കർ എടുത്തുവായി പറയുന്നൊരു വാക്കുണ്ട്, വി ഡോണ്ട് ഹാവ് എ മദർലാൻഡ്. അതിന് ഞങ്ങൾക്ക് ഒരു മാതൃരാജ്യമില്ല. കാരണം എന്നാ? അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ ഈ ജാതി വ്യവസ്ഥ വളരെ വളരെ പ്രകടമായിരുന്നു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, സ്കൂളിൽ പോയാൽ ബ്രാഹ്മണന്മാര് പലകയിലിരിക്കും, അതിന്റെ താഴ്ന്ന ജാതിക്കാരന്മാര് പായയിലിരിക്കും, അതിന്റെ താഴ്ന്ന ജാതിക്കാരന്മാര് ചാക്കുകൊണ്ട് നവത്തലിരിക്കും, ഏറ്റവും താഴ്ന്ന ജാതിക്കാരൻ വേണമെങ്കിൽ നിലത്തിരുന്ന് പഠിച്ചോണം, അവന്റെ പുസ്തകത്തെ അധ്യാപകൻ തൊടത്തില്ല. ഇനിയും കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിക്കാൻ അവന് അനുവാദമില്ല. പിയൂൺ ഉണ്ടെങ്കിൽ അയാൾ കോരി കയ്യിൽ ഒഴിച്ചു കൊടുത്താൽ മാത്രമാണ് ആ കുഞ്ഞുങ്ങൾക്ക്. അവിടെ ഒരു പ്രഖ്യാപനം തന്നെ ഉണ്ടായിരുന്നു, നോ പിയൂൺ നോ വാട്ടർ. പിയൂൺ വന്നില്ലെങ്കിൽ അവസാനം വരെ വൈകുന്നേരം വരെ ദാഹിച്ചിരിക്കേണ്ട അനുഭവം ഈ ഇന്ത്യയുടെ ഭൂമിയിലുണ്ടായിരുന്നു. അങ്ങനെ ജാതി വ്യവസ്ഥയിൽ പീഡിപ്പിക്കപ്പെട്ട അംബേദ്കറോടാണ് വന്നിട്ട് പറയുന്നത്, മാതൃരാജ്യത്തിന് വേണ്ടി പോരാടണം. എടുത്തുവായി ഗാന്ധിയോട് വളരെ ധൈര്യമായിട്ട് പറഞ്ഞു, വി ഡോണ്ട് ഹാവ് എ മദർലാൻഡ്. അതിന് ഞങ്ങൾക്കൊരു മാതൃരാജ്യമില്ലല്ലോ, ഞങ്ങൾ ഇവിടെ അടിമകളല്ലേ. ഇപ്പൊ ബ്രിട്ടീഷുകാർ വന്നപ്പോഴല്ലേ നിങ്ങൾക്ക് മാതൃരാജ്യത്തെ കുറിച്ച് ബോധമുണ്ടായേ? ഞങ്ങൾ ഇവിടെ പണ്ടേ അടിമകളല്ലേ. അതുകൊണ്ടാണ് നോക്കിക്കേ, 1931 ഇദ്ദേഹം ഇത് പറയുന്നുവെങ്കിൽ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിയാമ്പിൾ തയ്യാറാക്കിയപ്പം അദ്ദേഹം ആദ്യത്തെ വാചകം എഴുതുന്നത് എങ്ങനെയാണ്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. നമ്മുടെ വിശ്വാസ പ്രമാണം ഇംഗ്ലീഷിൽ ചൊല്ലിയാൽ ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്, വി ബിലീവ് ഇൻ വൺ ട്രൂ ഗോഡ്. ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്റെ മാത്രം രക്ഷ ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസമല്ല, ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്നോടൊപ്പം ചിലരും കൂടി ഉണ്ടാകുന്നിടത്താണ് എന്റെ സഭാജീവിതം, എന്റെ വിശ്വാസ ജീവിതം ശ്രേഷ്ഠമാകുന്നത്. അവിടെയാണ് യഹൂദൻ പറയുന്നത്, രക്ഷ എനിക്ക് മാത്രമേ ഉള്ളൂ. അവനെ ലജ്ജിപ്പിക്കേണ്ടതിനാണ് ഇതാ കനാന്യക്കാരി സ്ത്രീ മുന്നോട്ട് വന്നിട്ട് യഹൂദനെ കളിയാക്കിക്കൊണ്ട് അവന്റെ മുമ്പിൽ നിന്നിട്ട് പറയുകയാണ്, എന്റെ രക്ഷ എന്റെ ക്രിസ്തുവിലുണ്ട്. അതുകൊണ്ടാ പറയാം, ഇസ്രായേൽ കൂടി ഇത്ര വലിയ വിശ്വാസം. യഹൂദൻ ലജ്ജിച്ചോ? അവൾ ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ക്രിസ്തുവിനെ യഥാർത്ഥമായി അന്വേഷിച്ചറിഞ്ഞ് ജീവിതത്തിൽ സൗഖ്യം നേടിയെടുത്തവളുടെ പേരാണ് കനാന്യക്കാരി സ്ത്രീ. മദർ തെരേസയുടെ ചാപ്പലിലോട്ട് പ്രവേശിച്ച ഒരു വാക്യം എഴുതി വെച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്, ഐ തേഴ്സ്റ്റ്. എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മുടെ ദൈവാനുഭവത്തിന്റെ പ്രവേശനത്തിന് വൈദികരോ മെത്രാപ്പൊലിത്തന്മാരോ മറ്റാളുകളോ അല്ല പ്രധാനപ്പെട്ട കാര്യം. അവർ സൂചിപലക മാത്രമാണ്. നമുക്ക് നമ്മുടെ ദൈവബോധത്തിന്, അവബോധത്തിന് ഒരു അന്വേഷണം വളരെ അത്യന്താപേക്ഷിതമാണ്. എന്ത് ചെയ്യണം? അന്വേഷിച്ച് അനുഭവത്തിലൂടെ ഒരു ദൈവാന്വേഷണത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്താൻ നമുക്ക് സാധ്യമാകണം. എന്നെ 3-ാം ദിവസം നിങ്ങളെ കൊണ്ടുപോയത് ബേത്ലഹേമിലേക്കാണ്. വഴിയുടെ പ്രത്യേകത അന്വേഷണങ്ങളുടെ വഴി. രണ്ടാമത് ഒരു വഴി കൂടെ പറഞ്ഞ് ആദ്യത്തെ രാവിലത്തെ സെഷൻ അവസാനിപ്പിക്കാം. ഒരു പാട്ട് 2 വരി പാടിയര് വായിക്കോട്ടെ വിട്ട് എന്നെയും കൂടെ വലിച്ചു കയറ്റുമെന്ന് തോന്നുന്നു. ലോകമാം ഗംഭീരവാരീതിയിൽ
രണ്ടാമത്തെ വഴി പുതിയ നമ്മളെ കൊണ്ടുപോകുന്ന വളരെ ശ്രദ്ധേയമായൊരിടം യോർദാനിലേക്കുള്ള വഴിയാണ്. ഞാൻ മുന്നമേ പറഞ്ഞു, യോർദാനിലേക്കുള്ള വഴി നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്, പ്രത്യേകിച്ച് നോമ്പിന്റെ കാലഘട്ടത്ത് വളരെ അർത്ഥഗർഭമായ ഒരു ആശയം നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. ആ വഴിയുടെ പ്രത്യേകത ഒന്ന് വിട്ടുകൊടുക്കാൻ നമ്മളെ പഠിപ്പിക്കുന്ന ഇടമാണ്. ഒന്ന് മാറി നടക്കാൻ, അല്ലെങ്കിൽ ഒന്ന് വിട്ടുകൊടുക്കാൻ, തലകുനിക്കാൻ നമ്മളെ അഭ്യസിപ്പിക്കുന്ന വഴിയാണ് യോർദാനിലേക്കുള്ള വഴി. യോർദാൻ എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ഒരു മനുഷ്യൻ ഓടി വരും. ഇത് മറ്റാരുമല്ല, യോഹന്നാൻ സ്നാപകനാണ്, ഇല്ലേ? എന്താണ് യോഹന്നാൻ സ്നാപകന്റെ പ്രത്യേകത? വേദപുസ്തകം ആ മനുഷ്യനെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാ? വളരെ ധീരനായ, സമർത്ഥനായ, സന്യസ്തനായ, ഒരു ഏകാന്തവാസിയായ, അല്ലെ, ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുള്ള ഒരു നാസീർ വ്രതക്കാരനായിരുന്നു ആര്? യോഹന്നാൻ സ്നാപകൻ. അങ്ങനെയെങ്കിൽ വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ വേദപുസ്തകം കൊണ്ടുവന്നിരുന്ന കൈവക്കിക്കേ. അത്രയും പേര് കൊണ്ടുവന്നത് കൊണ്ട് കർത്താവ് നാണിക്കത്തില്ല. ഏതായാലും ബാക്കിയുള്ളവർ വീട്ടിൽ ചെന്ന് വായിക്കണം കേട്ടോ. പലരും വേദപുസ്തകം കൊണ്ടുവരാത്തതിന്റെ കാരണം എനിക്ക് മനസ്സിലായി. കയ്യിൽ നിന്ന് ഉറങ്ങുമ്പോൾ അച്ഛാ വേദപുസ്തകം താഴെ പോയാൽ ദൈവദോഷമില്ലേ അച്ഛാ? അതുകൊണ്ടാണ്. അവിടെയാണ് രണ്ടാമത് പറയുന്ന വേദഭാഗം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ. വാക്യം ഇതാണ്: നീ ആരെന്ന് ചോദിക്കേണ്ടതിന് യഹൂദന്മാർ യെരുശലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. യോഹന്നാൻ സ്നാപകനോട് ഒരു ചോദ്യമാണ് യഹൂദന്മാർക്ക് ചോദിക്കാനുള്ളത്. ഹൂ ആർ യു? നീ ആരാ? സാധാരണഗതി നമ്മളോട് ഒരാൾ വന്ന് ചോദിക്കുക നിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ നമ്മൾ സാമാന്യ ബുദ്ധിക്ക് എന്നാ പറയും? ഐ ആം ഫാദർ നോബിൻ ഫിലിപ്പ് എന്ന് പറയും, നമ്മുടെ പേര് പറയും, അല്ലേ? യോഹന്നാനോട് ഈ ചോദ്യം ചോദിച്ചാൽ, ഹൂ ആർ യു എന്ന് ചോദിച്ചാൽ അവൻ എന്തായിരിക്കണം മറുപടി പറയേണ്ടേ? ഒന്നെങ്കിൽ അവന് പറയാം ഐ ആം ജോൺ ദ ബാപ്റ്റിസ്റ്റ്. രണ്ടാമത് വേണമെങ്കിൽ പറയാം ഐ ആം സൺ ഓഫ് ഫാദർ സക്കറിയ കോർപ്പിസ്കോപ്പ, അല്ലേ? പക്ഷേ യോഹന്നാൻ അവിടെ പറയുന്ന മറുപടി പ്രത്യേകതയുള്ളതാ. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കിക്കേ, 4 സുവിശേഷങ്ങളിൽ ഏറ്റവും ശ്രദ്ധയർഹിക്കുന്ന ഒരു സുവിശേഷമാണ് യോഹന്നാൻ സുവിശേഷം. മറ്റു സ്ലീഹന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള, ദൈവഭക്തരായ മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള രഹസ്യാത്മകമായ ദൈവബന്ധത്തെ വളരെ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയ ഒരാളാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും യോഹന്നാൻ, സുവിശേഷകനായ യോഹന്നാൻ. അതുകൊണ്ടാണ് ഈ അനുഭവം കൃത്യമായി രേഖപ്പെടുത്തുന്നത്. മറ്റൊന്ന് നമ്മുടെ പിതാവായ തോമസ് സ്ലീഹായുടെ ഒരു അനുഭവമാണ്, അല്ലേ? എല്ലാവരും ഡൗട്ടിംഗ് തോമസ് എന്ന് വിളിക്കുന്നിടത്ത് യോഹന്നാനാണ് കൃത്യമായി രേഖപ്പെടുത്തുന്നത്. ഒരു ചലഞ്ചിങ് ഫെയ്ത്ത്, പ്രൊവോക്കിംഗ് ഫെയ്ത്ത് ഉള്ള ഒരാളായിരുന്നു തോമസ് സ്ലീഹ എന്ന്. വളരെ മിസ്റ്റിക്കലായിട്ട് കാര്യങ്ങളെ അവതരിപ്പിച്ച ഒരു സുവിശേഷകനാണ് ആര്? യോഹന്നാൻ. എനിക്ക് അതിലും ഏറെ സന്തോഷം തോന്നിയ ഒരു കാര്യം, സ്വന്തം പേര് ഒരിടത്തും എഴുതാത്തൊരു സുവിശേഷകനായിരുന്നു ആര്? മറിച്ച് എങ്ങനെ എഴുതുന്നത്? ക്രിസ്തു സ്നേഹിച്ച ശിഷ്യൻ. എനിക്ക് അസൂയ തോന്നുന്ന ഒരാളാരാന്ന് ചോദിച്ചാൽ യോഹന്നാനാ. ഞാൻ അച്ഛനായിട്ട് 10 വർഷമാകാൻ പോകുമ്പം എൻ്റെ ഈ 10 വർഷത്തെ പൗരോഹിത്യത്തിനൊടുവിൽ ഇപ്പൊ എനിക്ക് പറയാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ ക്രിസ്തു സ്നേഹിക്കുന്ന അച്ഛൻ എന്ന് പറയാൻ സാധിക്കുമോ എന്നുള്ളത് എൻ്റെ വെല്ലുവിളി. അവിടെയാണ് വായിച്ചേ, എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹത്തിന്റെ പേര് ലോകത്തിന് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നത്. ക്രിസ്തു സ്നേഹിച്ച ശിഷ്യൻ. ഈ യോഹന്നാൻ സ്നാപകനെ പരിചയപ്പെടുത്തുന്നത് ഈ രംഗം കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ വേദപുസ്തകം വായിച്ചാൽ പോരാ, ഗ്രഹിക്കണം. നമ്മളെല്ലാം വായിക്കുന്നവരാ, അല്ലേ? ഭംഗിയായിട്ട് വായിക്കും. വായന കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല, ഗ്രഹിക്കണം. അവിടെയാണ് പറയുക ഹൂ ആർ യു എന്ന് ചോദിച്ചപ്പം യോഹന്നാന്റെ മറുപടി ഇതാണ്: ഐ ആം നോട്ട് ദ ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തു അല്ല എന്നാണ് മറുപടി. അരി എത്രാന്ന് ചോദിച്ചപ്പം പഴഞ്ചൊല്ലു അറിയത്തില്ലേ? പക്ഷെ എൻ്റെ കർത്താവേ, ചോദിച്ച ചോദ്യത്തിനല്ല മറുപടി പറയുന്നത്, വളരെ വ്യത്യസ്തമായൊരു മറുപടി. വീണ്ടും ചോദിച്ചു ആർ യു എലൈജ? നീ ഏലിയാവാണോ? അതിനും യോഹന്നാൻ പറഞ്ഞു ഐ ആം നോട്ട്. ഏറ്റവും അവസാനം ചോദിച്ചു എനി ഓഫ് ദി പ്രോഫറ്റ്സ്? ഏതെങ്കിലും ഒരു പ്രവാചകനാണോ? അവിടെയും പ്രവാചകൻ പറയാൻ നോ. വളരെ വളരെ എതിര് പാർക്കുന്ന ഒരു ഉത്തരമാണ് യോഹന്നാൻ സ്നാപകൻ ആ ചോദ്യത്തിന് കൊടുക്കുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് ഈ അനുഭവത്തിന്റെ, ഈ സന്ദർഭത്തിന്റെ അർത്ഥം? യഹൂദന്മാർക്ക് അറിയാത്ത ഒരാളല്ല ആര്? യോഹന്നാൻ സ്നാപകൻ. കാരണം അവന്റെ ജനനം തന്നെ പ്രശസ്തമാണ്, ഇല്ലേ?
എൽദോ പെരുന്നാളിൽ കർത്താവിന്റെ ജന്മ പെരുന്നാളിന്റെ ആ നോമ്പിൽ ഒരു ഞായറാഴ്ച ആരുടെ പെരുന്നാളാ? ആരുടെ ബർത്ത്ഡേയാ? യോഹന്നാന്റെ ബർത്ത്ഡേയാ അല്ലേ? എന്താണ് ബർത്ത്ഡേ പ്രഖ്യാപനം പറയുന്നതിന്റെ കാരണം? ആ നാട്ടിലൊരു വല്യച്ഛനുണ്ടായിരുന്നു, കോറപ്പിസ്കോപ്പ. അച്ഛൻ ഒരുപാട് കുർബാന ചൊല്ലി, ഒരുപാട് പള്ളി നടത്തി, പള്ളി കൊടിമരം നാട്ടി, ഒരുപാട് പേരെ കുമ്പസരിപ്പിച്ചു, ഒരുപാട് പേർക്ക് ഹൂസോ കൊടുത്തു, കല്യാണം പൊട്ടിപ്പോണ്ട് പലരെ ഒന്നിപ്പിച്ചു, മാമോദീസ മുക്കിപ്പൊക്കി എല്ലാം ചെയ്ത അച്ഛനാ. പക്ഷെ അച്ഛന്റെ ജീവിതത്തിൽ ഒരു കുറവുണ്ട്. എന്താ? മക്കളില്ല. അങ്ങനെയാണ് അച്ഛൻ ഒരിക്കൽ കുർബാനയെല്ലാം ത്രോണോസിൽ കയറിയപ്പം ത്രോണോസിന്റെ അരികെ ദൈവത്തിന്റെ ദൂതൻ നിന്നിട്ട് പറഞ്ഞു, വല്യച്ഛ, കോറപ്പിസ്കോപ്പ അച്ഛ, അച്ഛന്റെ സെന്റ് ഓഫും കൊച്ചിന്റെ മാമോദീസ ഒറ്റ ദിവസം നടത്താം ഇല്ലേ? ഇങ്ങനെ തന്നെയാ പറഞ്ഞത്. നിങ്ങളവർക്ക് ഞങ്ങളുടെ ആർത്താറ്റ വേദപുസ്തകത്തിൽ ഇങ്ങനെയൊന്നും ഇല്ലല്ലോ. ഞാൻ മീൻ പറയുന്നു കൊണ്ടുവന്ന വേദപുസ്തകത്തിലുള്ളതാ. കൊച്ചിന്റെ മാമോദീസയും അച്ഛന്റെ സെന്റ് ഓഫ് മീറ്റിംഗ് ഒറ്റ ദിവസം നടത്താച്ചാ. പക്ഷെ ഈ അച്ഛന്മാർക്കൊരു കുഴപ്പമുണ്ട്. ഇവരല്ല എൻ്റെ ഒക്കെ കുഴപ്പമായിരുന്നു, ഇവര് നല്ല മനുഷ്യരാ. അച്ഛന്മാർക്കൊരു കുഴപ്പമുണ്ടാകാൻ സാധ്യതയുണ്ട്. എന്താ? മറ്റുള്ളവരെ ഉപദേശിക്കാൻ വളരെ. അതുകൊണ്ടാണ് യോബിന്റെ പുസ്തകത്തിൽ ഒരു ചോദ്യമുണ്ട്, നീ പലരെയും ഉപദേശിച്ചു, നിന്റെ സ്വന്തം ജീവിതത്തിൽ ഇത് വന്നപ്പം, നിനക്കിത് ഭവിച്ചപ്പം നീ ഭ്രമിച്ചു പോയോ? എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ നോമ്പ് വരുമ്പം എന്തെങ്കിലും ഒരു അടി എനിക്ക് ദൈവം തരും. ആശാഴ്ചയ്ക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഉറപ്പായിട്ടും അടിക്കും. കഴിഞ്ഞ വലിയ നോമ്പില് ഓശാനയുടെ തലവസം എൻ്റെ കാല് വിരലങ്ങ് ഒടിഞ്ഞു, തള്ളവിരലങ്ങ് ഒടിഞ്ഞു. ഞൊത്തി ഞാൻ ഓശാന നടത്തി. ഇന്നലെ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് ആടും പശുവിനെയൊക്കെ ഞാൻ വളർത്തുന്നുണ്ട്. അതിനെല്ലാം ഉള്ള തീറ്റ ഒരുക്കിയിടാൻ നേരത്ത് വെട്ടുകത്തിക്ക് ആഞ്ഞു വെട്ടിയതാ, എൻ്റെ മുട്ടിലിട്ട് ഞാൻ തന്നെ വെട്ടി. അപ്പൊ എന്നെ പിശാചി ചോദിക്കുക, ഇനി താൻ മുട്ടുകുത്തോടോ? അപ്പൊ ആ വെട്ടുകൊത്തിയ മുട്ടുകൊണ്ട് ഞാൻ പറയും, കുത്തുവടാ, കുത്തും. വേണ്ടേ? ദൈവം നമ്മളെ ഇങ്ങനെ ചില അനുഭവങ്ങൾ തന്നിട്ട് ചോദിക്കും, ഇനി നീ പരീക്ഷയ്ക്ക് വിധേയനാകുന്നുണ്ടോ? അവിടെയാണ് സ്വന്തം ജീവിതത്തിൽ വരുമ്പം അവിടെ നമുക്കതിനെ മറികടക്കാനൊരു ബലം വേണം. പക്ഷെ ഇവിടെ അച്ഛൻ പരാജയപ്പെട്ടു. അച്ഛൻ ചോദിച്ചു, ഇത് എങ്ങനെ നടക്കും? കാരണം സെന്റ് ഓഫിനുള്ള എല്ലാം സജ്ജീകരിച്ചു, പക്ഷെ കൊച്ചുണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ പിന്നെ അച്ഛൻ കുർബാന ചൊല്ലിയോ? ഗബ്രിയേൽ ദൂതൻ പറഞ്ഞു, അച്ഛാ ഒരു ലോങ് ലീവ് എടുത്തോ, ഇനി അച്ഛൻ കുർബാന ചൊല്ലണ്ട. പിന്നെ എപ്പോഴാ ചൊല്ലിയെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഒരു മകൻ ജനിച്ച് അവന് യോഹന്നാൻ എന്ന് പേര് പറഞ്ഞപ്പോഴാണ് പിന്നെ അച്ഛന്റെ നാവിന്റെ ബന്ധനം അഴിഞ്ഞത്. അവിടെ വേദപുസ്തകം പറയുന്നത് ഇങ്ങനെയാണ്, ആ പുരോഹിതനായ പിതാവ് ഒരു വിപ്ലവ ഗാനം അവിടെ പാടി. അത് കേട്ടിട്ട് നാട്ടുകാരും സ്വന്തം ജനങ്ങളും ഒക്കെ അവരോടൊപ്പം സന്തോഷിച്ചു. ഈ പൈതൽ ആരായിത്തീരുമെന്ന് അവരവിടെ ചിന്തിച്ചു. കൃത്യമായിട്ട് യോഹന്നാന്റെ പാരമ്പര്യവും യോഹന്നാന്റെ സ്വഭാവവും ജനനത്തിന്റെ പ്രത്യേകതയും നിയോഗത്തെയും എല്ലാം കൃത്യമായിട്ട് അറിയാവുന്നവരായിരുന്നു യോഹന്നാനെ ചുറ്റുമുണ്ടായിരുന്ന യഹൂദന്മാർ. എന്നിട്ടും യഹൂദന്മാർ എന്തിനാണ് ഈ ചോദ്യം ചോദിച്ചത്? നീ ആരാ? അതിനൊരു കൃത്യമായ ഉത്തരമുണ്ട്. ഉത്തരം ഇതാണ്, യഹൂദന്മാരുടെ ജീവിതത്തിൽ ഒരുപാട് അടിമത്തത്തിന്റെ ചരിത്രം കിടപ്പുണ്ട് അല്ലേ? പഴയ നിയമം തൊട്ട് നോക്കിയാൽ അസീറിയക്കാര്, ബാബിലോണിക്കാര്, വർഷങ്ങൾ നീണ്ട ചരിത്രം, അടിമചരിത്രമുണ്ട് അല്ലേ? ഇപ്പൊ അവരാരുടെ കീഴിലാ? റോമാക്കാരുടെ കീഴിലാ. റോമൻ ഭരണാധികാരികളുടെ കീഴിലാണ് യഹൂദന്മാർ. അതുകൊണ്ടാണ് കർത്താവിന്റെ ശിഷ്യന്മാരുടെ പേര് നമ്മൾ വായിക്കുന്നിടത്ത് ഒരു ശിഷ്യന്റെ പേര് പറയുന്നത് ഇങ്ങനെയാണ്, എരിവുകാരൻ ശീമോൻ. കഞ്ഞി കുടിച്ച് മാങ്ങാക്കറിക്കിട്ട് കടിച്ചപ്പോ എരിച്ചതാണോ? പിന്നെ എന്നതാ? ഓ, നിങ്ങളിങ്ങനെ മിണ്ടായിരുന്ന ഞാൻ ഉറങ്ങിപ്പോകും. ഒറ്റ അർത്ഥേ ഉള്ളൂ, അവനൊരു നക്സലല്ല. അവൻ ഒറ്റ ആഗ്രഹമേ, ഒരു നക്സൽ ഗ്രൂപ്പിൽപ്പെട്ടവരായിരുന്നു എരിവുകാരൻ ശീമോൻ. അവന്റെ ഉദ്ദേശം ഇതേ ഉള്ളൂ, ഈ റോമൻ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ. ഒരു നക്സൽ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചവനാ. അവിടെയാണ് വ്യത്യസ്തമായ ഒരു ജീവിതശൈലിയുള്ള ക്രിസ്തുവിനെ കണ്ടപ്പോൾ അവൻ ഓർത്തു, ഇവന്റെ കൂടെ കൂടിയാൽ ഇതിനെ അട്ടിമറിക്കാം. പക്ഷെ പിന്നീടാണ് തിരിച്ചറിയുന്നത്, ഐഹികമല്ലാത്തൊരു രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവനാണ് ക്രിസ്തു. അങ്ങനെ ശീമോന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുക. പോകട്ടെ, ഇവിടെ യഹൂദന്മാർക്ക് ഈ റോമാ ഭരണത്തിൽ നിന്ന് വിടുതൽ കിട്ടേണ്ടതിന് അവർക്കൊരു രാജാവിനെ ആവശ്യമുണ്ട്, ഒരു നേതാവിനെ. ഇരട്ടച്ചങ്കുള്ള, കുടുംബ പാരമ്പര്യമുള്ള, ധൈര്യമുള്ള ഒരു നേതാവിനെ അവർക്ക് ആവശ്യമുണ്ട്. ആ ഒരു രാജാവിനെയാണ് ആരിൽ കണ്ടത്? യോഹന്നാൻ സ്നാപകനിൽ അവർ കണ്ടത്. അങ്ങനെ ഒരു സിംഹാസനം, ഒരു രാജാവിന്റെ പദവി ഒരുക്കിയിട്ടിട്ടാണ് യഹൂദന്മാർ വന്ന് ചോദിക്കുന്നത്. ഒറ്റ ഏതെങ്കിലും ഒരു ഉത്തരം പറഞ്ഞാൽ മതി, ഐ ആം സൺ ഓഫ് ഫാദർ സക്കറിയ എന്ന് പറഞ്ഞാൽ മതി, അപ്പ സിംഹാസനത്തിൽ ഇരിക്കാം. അല്ലെങ്കിൽ ഇത്ര വർഷത്തെ സന്യാസ പാരമ്പര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ മതി, അപ്പ സിംഹാസനത്തില് ഇരുത്താം.
ഞങ്ങൾ കല്യാണം കഴിക്കാത്ത അച്ഛന്മാർ ചെല്ലുമ്പം എല്ലാവരും ഈ അച്ഛന്മാർ സ്വാഗതം പറയും. ചിലപ്പോൾ ഭാവിയിൽ ഒരു തിരുമേനിയാകാൻ, പക്ഷെ ആ സ്വാഗതം പറഞ്ഞ അച്ഛൻ വോട്ട് ചെയ്യത്തില്ലെന്നുള്ളതാണ് ഏറ്റവും നഗ്നമായ സത്യം. പക്ഷെ ഇങ്ങനെ നമ്മളെ ചുമ്മാ അങ്ങ് ഉയർത്തിക്കൊണ്ടിരിക്കും അല്ലേ? സന്യാസം അനുഷ്ഠിച്ച പിന്നെ അവന്റെ ജീവിതത്തെ അവസാനത്തെ ലക്ഷ്യം ഏതാന്ന് ചോദിച്ചാൽ മെത്രാനായേ ഒടുങ്ങത്തുള്ളൂ. അങ്ങനെ ഒരു നിർബന്ധമില്ല. അൾട്ടിമേറ്റ് പോസിബിലിറ്റീസ് ബിഷപ്പ് എന്നുള്ളത് ഒരു ഫെയിലിയറാണ്. അല്ല, ക്രിസ്തു പറയുന്ന ജീവിതമാകുക എന്നുള്ളതാണ്, ആയിരിക്കുന്ന ഇടങ്ങളിൽ ഒരു അനുഗ്രഹമാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് ഇവന് വേണമെങ്കിൽ പറയാം വളരെ ഉത്തമനായ സന്യാസ ജീവിത പാരമ്പര്യമുള്ളവനാണ് ആര്? യോഹന്നാൻ. ആ സിംഹാസനത്തോട്, അധികാര കസേരയോടാണ് യോഹന്നാൻ പറഞ്ഞത്, ഐ ആം നോട്ട് ദ ക്രൈസ്റ്റ്, ഐ ആം നോട്ട് ഏലിയ, ഐ ആം നോട്ട് എനി ഓഫ് ദീസ് പ്രോഫറ്റ്. ഞാൻ ക്രിസ്തുവല്ല, ഞാൻ ഏലിയാവല്ല, ഞാൻ പ്രവാചകന്മാരിൽ ഒരുവനല്ല എന്ന് പറഞ്ഞത് ഇതിന്റെ വെളിച്ചത്തിലാണ്. സിംഹാസനങ്ങളോട് വേണ്ട എന്ന് പറയുന്നവനാണ് ആര്? യോഹന്നാൻ. നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ നമ്മൾ ആർജിക്കേണ്ടുന്ന ഒരു ധൈര്യമാണ്. നമുക്കിന്ന് പറ്റിപ്പോന്ന് കുഴപ്പമെന്നാന്ന് ചോദിച്ചാൽ, സഭാജീവിതത്തിലുണ്ടായ, സഭയ്ക്കുമുണ്ടായ പ്രതിസന്ധി അല്പന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുക. എങ്ങോട്ട് തിരിഞ്ഞാലും അല്പന്മാരാ. എന്തെങ്കിലും ഒരു സ്ഥാനം വഹിക്കാൻ കിട്ടിയില്ലെങ്കിൽ ഉറക്കം വരാത്ത ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുക. ഒരു ബാലസമാജത്തിന്റെ പ്രസിഡന്റ് ലഘു ആയില്ലെങ്കിൽ ഒരു സുഖമില്ലെന്ന് ചിന്തിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ചില ഇടവകളിലുണ്ട്. മരിക്കുന്നിടം വരെ കമ്മിറ്റിക്കാരനായില്ലെങ്കിൽ, അങ്ങനെ ഇവിടെ ഉണ്ടെങ്കിൽ ചിലതുണ്ടെങ്കിൽ അതിനെയൊക്കെ എടുത്ത് പള്ളേ കളയണം. മരിക്കുന്നിടം വരെ പഴഞ്ഞിപ്പള്ളിയുടെയും ആർത്താറ്റുപള്ളിയുടെയും കമ്മിറ്റി എന്റെ പേരുണ്ടാകണം. അതൊരു മൂഢതയാണ്. അത് ആത്മീയ ജീവിതത്തിന് ചേർന്നല്ല. ചിലയിടങ്ങളിൽ വഴിമാറി കൊടുക്കാൻ ഒരു സന്നദ്ധത ഒരു ആത്മീയനുണ്ടാകണം. വേണ്ടേ? ജീവിതത്തിൽ ഒന്ന് പിന്മാറാൻ, ഒന്ന് മാറി നടക്കാൻ ഒരു ആർജവത്വ മനുഷ്യനുണ്ടാകണ്ടേ? നിർഭാഗ്യവശാൽ വൈദികരായി ഞങ്ങൾക്കും അതില്ലെന്നുള്ളത് ഒരു വലിയ സത്യമാണ്. എവിടെയെങ്കിലുമൊക്കെ നിലകളിൽ, ഏതെങ്കിലുമൊക്കെ നിലകളിൽ പ്രവർത്തിച്ച് പേരെടുക്കണം. എത്ര ഉറപ്പുള്ള കല്ല് വെച്ചാലും അടുത്ത വികാരി ഒരു JCBയും ഒരു 1000 രൂപ കൊടുക്കാനുണ്ടെങ്കിൽ ഏത് കല്ലും പൊളിക്കാം, ഇല്ലേ ചാ? പിന്നെ എവിടെയാ പേരെഴുതുക? പേരെഴുതേണ്ടത് എന്റെ ക്രിസ്തുവിന്റെ ഓർമ്മയിലാണ്. ആരാധന മധ്യേ അതുകൊണ്ടാണല്ലോ പ്രാർത്ഥന, നിന്റെ ഓർമ്മയിൽ നിന്ന് എന്നെ ഛേദിച്ചു കളയരുതേ. ഇനി അച്ഛന്മാരെ കുറ്റം പറഞ്ഞുകൊണ്ട് എല്ലാത്തിനും അങ്ങ് സന്തോഷമായെന്ന് പറയാം. കുടുംബജീവിതത്തിലോട്ട് വന്നാട്ടെ. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിലും ഒരുപാട് പേരെ കെട്ടിച്ചിട്ടുണ്ട്. ഞാൻ ഒരു വർഷം ഒരു എഞ്ചിനീയറിംഗ് കോളേജിന്റെ വാർഡനായിരുന്നു. അപ്പം അന്നേരം എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വന്ന് എന്നോട് പറയുന്ന ഒരു കാര്യമാണ്, അച്ഛാ പെണ്ണ് കെട്ടണമെന്നൊരു താല്പര്യവും കല്യാണം കഴിക്കാൻ യാതൊരു താല്പര്യവും ഒരു ജോലിയും എറണാകുളത്ത് ഒരു ഫ്ലാറ്റും അത്യാവശ്യം KFC ചിക്കനും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഹാപ്പി അച്ഛാ. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് അല്ലേ? പെട്ടെന്നാണ് ഡൈവോഴ്സ് ഉണ്ടാകുന്നത്. ശരീരത്തോടുള്ള ആസക്തിയാണ് ഇന്ന് കുഞ്ഞുങ്ങൾക്കെല്ലാം കൂടുതൽ. സെക്ഷൽ ഓറിയന്റേഷനാണ്. അത് പെട്ടെന്ന് അസ്തമിക്കും. വിവാഹ ജീവിതം കഴിഞ്ഞ് ഒരു 10-40 വർഷമൊക്കെ ദാമ്പത്യം അനുഷ്ഠിച്ചു കഴിഞ്ഞ് നിങ്ങൾക്കത് ഇപ്പൊ ബോധ്യമായിട്ടില്ലേ? ശരീരത്തിനപ്പുറത്തേക്ക് നീളുന്ന ചിലതാണ് ദാമ്പത്യത്തിന്റെ വിജയം എന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം, കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. ഭോഗത്തിനല്ല, ത്യാഗത്തിനാണ് ദാമ്പത്യം. 60 വയസ്സായുള്ള കാർന്നവർക്ക് ചായയും കൊണ്ട് അമ്മച്ചി വിറച്ചു വരുമ്പോഴത്തേക്കിനും ചായക്ക് മധുരമില്ലെന്ന് പറഞ്ഞ് എടുത്തിയാടുന്ന അപ്പച്ചനാണ് അയാളെ കെട്ടിത്തൂക്കി കൊന്നേക്കണം. ആ കാർന്നവര് ഇപ്പോഴും വളരെ മുസടനായ ഒരു മനുഷ്യനെന്നാ, ഒരു ആത്മീയനല്ല. അവിടെയാണ് വിറകൈകളോടുകൂടി എനിക്കൊരു ഗ്ലാസ് വെള്ളം തരാൻ ഒരു സഖി എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അവളെ കണ്ടെത്തുകയും അവളെ ആശ്വസിപ്പിക്കുകയും ആ അനുഗ്രഹത്തിൽ ദൈവത്തിന് സന്തോഷം പറയുകയും ചെയ്യുന്നവനാണ് ഉത്തമനായ ഒരു ഭർത്താവ് അല്ലേ? അവിടെ ഒരു നന്ദി പറയാൻ, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകാൻ. ഈ മലങ്കര സഭയിലെ ഇത് ലൈവ് പോകുന്നുണ്ട്, ആ ജോജിനോട് പറയേണ്ടിയായിരുന്നു ഓഫാക്കാൻ. മലങ്കര സഭ വിശ്വാസികൾക്ക് പറ്റിപ്പൊരു കുഴപ്പം, നന്ദിയില്ലാത്ത ജനം ഇങ്ങനെ പെരുകിയിരിക്കുക. നമുക്ക് ആരോടും ഒരു രീതിയിൽ ഒരു നന്ദി പ്രകടിപ്പിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ചിരിക്കുകയല്ലോ. ചിലതിൻ്റെ മോന്തലോട്ട് നോക്കി അന്ന് കഞ്ഞിയുടെ വെള്ളം കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് 3-ാമത്തെ ദിവസം നിങ്ങളോട് പറയുക, ഈ നോമ്പ് കഴിയുമ്പം ഒരു ഭിക്ഷക്കാരൻ നിങ്ങളുടെ മുഖത്തോട്ട് നോക്കിയാൽ അവനെയാണെങ്കിലും ഒന്ന് ചിരിച്ചു കാണിക്കാൻ നമുക്ക് കഴിയണ്ടേ? വേണ്ടേ? ആക്കി ചിരിക്കരുത്. ഈ അച്ഛന്മാരെ കാണുമ്പോൾ ചിരിക്കുന്ന പോലെ. എന്താണ് നമ്മുടെ ജീവിതത്തിൽ? അവിടെയാണ് നമ്മൾ വലിയ ആളുകളാണ്. നമ്മൾ ഒരുപാട് വലുതാകുമ്പോൾ കുഴപ്പം എന്താണെന്നറിയാവോ? നമ്മുടെ ചുറ്റുപാടുള്ളവരൊക്കെ വെറും കുറഞ്ഞ മനുഷ്യരായി പോവും. അവിടെയാണ് യോഹന്നാൻ പറയുക, ചിലയിടങ്ങളിൽ ഒന്ന് ചെറുതാകാനും കൂടെ പഠിക്കണം. വേണ്ടേ? ചിലയുടെ ജീവിതത്തിൽ ഒന്ന് വിട്ടുകൊടുക്കാൻ പഠിക്കണം. എന്തിനാ നോമ്പെടുക്കുന്നത്?
എന്റെ പൊന്നച്ചാ, ഞങ്ങൾ നോറ്റതുപോലെ നോമ്പ് ഈ മലങ്കര സഭയെ ഒരു ഭദ്രാസനക്കാരൻ നോക്കിയിട്ടില്ലച്ചാ. 50 ദിവസം ഞങ്ങൾ ഈ ആർത്താറ്റുപള്ളിയുടെ കവലയിലായിരുന്നു. ഞങ്ങളുടെ പശു പാല് തന്നിട്ടില്ല, കോഴി മുട്ട പോലും ഇട്ടിട്ടില്ലച്ചാ. അത്രയ്ക്ക് കഠിനമായിരുന്നു ഞങ്ങളുടെ നോമ്പ്. എന്നാ കാര്യം? ഭക്ഷണം കഴിക്കാതിരുന്നു വെച്ചാ എന്നെ പോലെ അൾസർ പിടിച്ച് കുരങ്ങിനെ പോലെ ആകും എന്നുള്ളതല്ലാതെ എന്നാ കാര്യം? അവിടെയാണ് എൻ്റെ ചോദ്യം. ജീവിതത്തിൽ നോമ്പ് ഇംപ്ലിമെന്റ് ചെയ്യാൻ എത്ര പേർക്ക് സാധിച്ചിട്ടുണ്ട്? വിട്ടുകൊടുക്കാൻ, ഒന്ന് മാറി നിൽക്കാൻ, ഒന്ന് തലകുനിക്കാൻ എത്ര പേർക്ക് സാധിക്കും? നമ്മുടെ കയ്യിലൊക്കെ കണക്ക് പുസ്തകങ്ങളാ ജീവിതത്തിൽ, അല്ലേ? എല്ലാവരുടെയും കയ്യിൽ എന്തുണ്ട്? ഈ നോമ്പിന്റെ ആരംഭത്തിൽ എനിക്കൊരു വലിയ പ്രതിസന്ധി ഉണ്ട്. എൻ്റെ കുടുംബത്തിലൊരു വലിയ പ്രശ്നം ഉണ്ടായി. ഇടപെട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും എനിക്ക് നേരെ തിരിഞ്ഞു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, എനിക്ക് വേണ്ടി അവരെഴുതി വെച്ച ഒരു വലിയ കണക്ക് പുസ്തകമുണ്ട്. അച്ഛനായി ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ തന്ന കാപ്പിക്ക് വരെ. അപ്പോഴാണ് എന്നെ എൻ്റെ കർത്താവ് പഠിപ്പിച്ചു, സന്യാസ ജീവിതത്തിൽ എന്നോട് പഠിപ്പിച്ചു, രക്തബന്ധം എന്ന് പറയുന്നതൊക്കെ വെറും പൊള്ളയാ, അല്ലേ? രക്തബന്ധം എന്നൊക്കെ പറയുന്നത് വെറും പൊള്ളയാ. എനിക്കത് കൃത്യമായിട്ട് എൻ്റെ അപ്പൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ മൂന്നാർ പള്ളിയിൽ വികാരിയായിരുന്നിട്ടുണ്ട്. അവിടെ ഞാനും പടയപ്പെന്ന ആനയല്ലാതെ ഇടദിവസങ്ങളിലൊന്നും ആരും വരാനില്ല. അപ്പം അങ്ങനെ ഒരു ദിവസം എനിക്ക് വലിയൊരു പനി പിടിച്ചു, വെളുപ്പിനെ. കിഡ്നി കൊടുത്തിട്ട് ആദ്യമേ എൻ്റെ മെത്രാച്ചൻ എന്നോട് വലിയ സ്നേഹമായതുകൊണ്ട് പണിഷ്മെന്റ് ട്രാൻസ്ഫർ തന്നാ. ഞാനും ആനയും അവിടുത്തെ ദൈവമാതാവും മാത്രമായിട്ട് ഇങ്ങനെ ജീവിക്കുമ്പോഴാണ് വെളുപ്പിനെ ഒരു പനി പിടിച്ചു. എന്തെന്നില്ലാത്ത എനിക്ക് അസ്വസ്ഥതയുണ്ടായി. ഒരു രീതിയിലും എനിക്ക് എഴുന്നേക്കാൻ മേല, കൊടിയ തണുപ്പും. ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലും ഒന്ന് ആശുപത്രിയിലെത്തണം. അപ്പോഴാണ് ഞാൻ ഒരു ഓട്ടോക്കാരനെ വിളിച്ചിട്ട് ഫോൺ വിളിച്ച് വെളുപ്പിന് 3 മണിക്ക് തന്നെ ഓട്ടോയിൽ കയറി കിടന്ന് ആശുപത്രിയിൽ പോയി. ഉച്ചവരെ ഒറ്റയ്ക്ക് ട്രിപ്പിട്ട് ആരും സഹായത്തിനില്ലാതെ ഒരു ചായ മേടിച്ചേരാൻ ഒരു മനുഷ്യരെ കിട്ടാതെ ഞാൻ ഇരുന്നപ്പോഴാണ് എൻ്റെ അപ്പുറത്ത് ഒരു തമിഴൻ മനുഷ്യൻ വന്നിരുന്നു. ഞാൻ അവളോട് ചോദിച്ചു, ചേട്ടാ ഒരു ചായ മേടിച്ചു തരാമോ? ആ മനുഷ്യൻ വളരെ സന്തോഷത്തോടു കൂടി ഒരു ചായയും കൂട്ടത്തിൽ ഒരു ബണ്ണും മേടിച്ചു കൊണ്ടുവന്ന് എനിക്ക് കൊണ്ട് തന്നു. അതും കുടിച്ച് ഒരല്പ ജീവവായു ആയപ്പം തന്നെ എഴുന്നേറ്റ് തിരിച്ചു പാഴ്സനേജ് വന്ന് കഞ്ഞി വെച്ച് കുടിച്ചിട്ട് ഞാൻ വീണ്ടും കയറി കിടന്ന് ഞാൻ പറഞ്ഞു, നമ്മൾ പറയും അച്ഛൻ പെണ്ണ് കിട്ടാത്തതുകൊണ്ട് അച്ഛന് ഈ ദുഃഖം. ഞാൻ ദുഃഖമൊന്നും അല്ല പറഞ്ഞത്. പെണ്ണ് കെട്ടിയവരും ചെറുക്കം കെട്ടിയവരും ഒക്കെ ഇവിടെ ഇരിപ്പില്ലേ? അഹങ്കരിക്കുന്ന നിങ്ങളോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ ചിലപ്പോൾ എണ്ണി പറയും, എനിക്ക് ഭാര്യയുണ്ട്, എനിക്ക് ഭർത്താവുണ്ട്, എനിക്ക് മക്കളുണ്ട്, അല്ലേ? താങ്ങാകാനും തണലാകാനും ഒരു തേങ്ങയാകാൻ പോകുന്നില്ല. ചിലപ്പോൾ നിങ്ങളുടെ അവസാന കാലത്ത് വെള്ളം തരാൻ വഴിയെ പോയ ബംഗാളിയെ കാണത്തുള്ളൂ. അത് മതി എന്നുള്ളതാണ് ദൈവബന്ധത്തിലുള്ള നമ്മുടെ ധൈര്യം. വേണ്ടേ? എൻ്റെ കസിൻ എന്നോട് ചോദിച്ചു, ഈ കിഡ്നിയൊക്കെ കൊടുത്തിട്ട് അവസാന കാലത്ത് ആരും നോക്കാനില്ലാതായ എന്തോ ചെയ്യും? ഞാൻ പറഞ്ഞു, ചിലപ്പോൾ കിടന്ന് പുഴുക്കുമായിരിക്കും, കിടന്ന് നരകിക്കുമായിരിക്കും, ഞാൻ അയ്യം വിളിക്കുമായിരിക്കും. പക്ഷെ എൻ്റെ അപ്പന് അവിടെയും എന്നെക്കുറിച്ചൊരു ബോധ്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക. അവിടെയാണ് പറയാ, എവിടെയാണ് നിങ്ങളുടെ കുടുംബജീവിതം ധന്യമാകുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, നാളെ നിന്റെ പ്രതീക്ഷയായിട്ട് മക്കളെ വളർത്തുന്നിടത്തല്ല, മറിച്ച് ഞാൻ അവന്റെ ജീവിതത്തിൽ ചില മൂല്യങ്ങളായിട്ട് അവശേഷിച്ചാൽ, നല്ലൊരു അപ്പനായി, നല്ലൊരു അമ്മയായി, നല്ലൊരു മകനായി, നല്ലൊരു മകളായി, നല്ലൊരു സഹോദരനായി, സഹോദരിയായി ജീവിച്ചാൽ, എൻ്റെ ജീവിത ബന്ധങ്ങളിൽ ഞാനൊരു അനുഗ്രഹമായാൽ, ഇല്ലേ? അനുഗ്രഹമാകേണ്ടതിന്റെ മാർഗമാണ് ഞാൻ പറഞ്ഞത്. ചിലയിടങ്ങളിൽ നമ്മളൊന്ന് ചെറുതാകാൻ ശ്രമിക്കണം. നമ്മളൊന്നും വിട്ടുകൊടുക്കാത്തവരാ. വീട്ടിൽ വഴക്കുണ്ടാകുമ്പം ഈ കള്ളിപ്പെണ്ണുങ്ങൾ പറയുന്ന ഒരു വാക്കുണ്ട്, ഞാനില്ലായിരുന്നെങ്കിൽ. ഇരിപ്പ് കണ്ടാൽ തോന്നും കന്നി പറയാൻ കഴിഞ്ഞാൽ പിന്നെ ആർത്താറ്റ പെണ്ണുങ്ങളെ ഉള്ളൂ. ഞാനില്ലായിരുന്നെങ്കിൽ, അല്ലേ? പാവം പിടിച്ച നമ്മൾ ആണുങ്ങൾ എന്തോ ചെയ്യും? അന്നേരം നമ്മൾ വിട്ടുകൊടുക്കുമോ? നമ്മൾ തിരിച്ചു പറയും, എടി ഞാൻ കഷ്ടപ്പെട്ട് നയിച്ചു കൊണ്ടിരുന്നോണ്ടാടി നീ നിന്റെ പിള്ളേർ 3 നേരം. പിള്ളേർ വല്ല നന്മ ചെയ്താൽ അതൊക്കെ ആരുടെ ക്രെഡിറ്റാ? എൻ്റെ ഗുണമല്ല. പിള്ളേർ വല്ല മോശം ചെയ്താലോ? വിത്ത് ഗുണം. അപ്പം നമ്മൾ ഓർക്കും നമുക്ക് പറയാനൊന്നുമില്ല. അപ്പോഴാണ് ഏലിയാസ് തിരുമേനി അടുത്തിടെ പറഞ്ഞു തന്നത്, പാത്രഗുണം 18, നിന്റെ ഗർഭപാത്രത്തിന്റെ ഗുണമാടി, ബാക്കി 18. എന്നിട്ട് തിരുമേനി പറയും, ഇത് രണ്ടും കൂടെ ചേർന്നാൽ 28 കെട്ടെന്നാണ് പറയുന്നത്. അപ്പം നന്മകളെയൊക്കെ നമ്മൾ എടുക്കുകയും തിന്മകളൊക്കെ അവരൻ്റെയാണെന്ന് പറയുക. കുടുംബജീവിതത്തിൽ വർഷങ്ങൾ പിന്നിട്ടിട്ടും നിങ്ങൾ ഇപ്പോഴും ആ പരാതിയിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ട ദമ്പതികളാണ്. ഞാൻ ഇത്ര ക്രൂരമായിട്ട് പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും ഉച്ചയ്ക്ക് കുറച്ച് സമയമുണ്ട് എന്നെ ഖരാവോ ചെയ്യാൻ ആ മുറിയിൽ ഇരിക്കാൻ. ഞാൻ നിങ്ങൾക്ക് വണ്ണേ എന്നെ ഭേദിക്കാം. 3 മണി കഴിഞ്ഞ് നിൽക്കത്തില്ലേ? എൻ്റെ ആശങ്കകളും എൻ്റെ പ്രതീക്ഷകളും ഒക്കെയാണ് ഞാൻ പറയുക. അവിടെയാണ് നമ്മുടെ ബന്ധങ്ങൾ സജീവമാകുന്നതും
ദൃഢമാകുന്ന എവിടെയാന്ന് ചോദിച്ചാൽ ആളാകാൻ ശ്രമിക്കുന്നിടത്തല്ല, എന്നെ ആശ്രയിച്ച് ഞാൻ മാത്രമെന്ന് ചിന്തിക്കുന്നിടത്ത്, ഞാൻ മാത്രം വലുതെന്ന് ചിന്തിക്കുന്നിടത്ത് നമ്മുടെ ബന്ധങ്ങൾ അത്ര സ്മൂത്തായിട്ട് മുന്നോട്ട് പോകില്ല. അവിടെ ചിലയിടങ്ങളിൽ ചെറുതാകാൻ, വിട്ടുകൊടുക്കാൻ നമുക്കൊരു ശ്രമം ജീവിതത്തിൽ ഉണ്ടാകണം. വേണ്ടേ? ഇന്ന് ജാടകളുടെ കാലമാണ്. എവിടെ ചെന്നാലും എല്ലാവർക്കും ജാടയാണ്. പള്ളി വന്ന വികാരിക്ക് ജാട, ഇവിടുത്തെ അച്ഛനല്ല കേട്ടോ, പള്ളി വന്ന അച്ഛന്മാർക്ക് ജാട, മദ്ബഹായി കയറിയ കപ്പ്യാർക്ക് ജാട, അല്ലേ? അടുത്തിടെ ഞങ്ങളുടെ ഇവിടുത്തെ ഒരു വലിയ പള്ളിയിൽ ഒരു കപ്പ്യാർ ഒരു ചെറുക്കനെ ചുമ്മാ ഇറക്കനെ പള്ളി ഇറക്കി വിട്ടു. ഞാൻ പറഞ്ഞു, കാരണവരെ അകത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ ആദ്യം ഇറക്കി വിടാതിരിക്കണമെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് നിന്നോളാൻ പറഞ്ഞു. സ്കൂളിൽ ചെന്ന ടീച്ചർക്ക് ജാട, ആശുപത്രിയിൽ ചെന്ന ഡോക്ടർക്ക് ജാട, എല്ലായിടത്തും ജാടയാണ്. അപ്പോഴാണ് മർത്തോമായിലെ കാലം ചെയ്ത മർത്തോമ ഇത്ര വലിയ പത്രാപോലത്തെ ഒരു കഥ പറയുമായിരുന്നു. തിരുമേനി അച്ഛനായിരുന്നപ്പം പള്ളിയിലൊരുത്തൻ തേങ്ങ ഇടാൻ വന്നു. ഇവൻ തെങ്ങ കയറിയ വഴിക്ക് തെങ്ങയെ നളിച്ചും തല്ലി താഴെ വീണു. കൈയും കാലും ഒടിഞ്ഞ് ഇവനെ കൊണ്ട് ആശുപത്രിയിലോട്ട് ഓടിച്ചെന്നു. ഒരു ദേശീയക്കാരൻ ഡോക്ടറാണ്, കാഷ്വാലിറ്റി. ഈ രോഗിയെ കണ്ട ഉടനെ അച്ഛനോട് ഇയാൾ എടുത്തടിച്ച് ചോദിച്ചു, ഇപ്പോഴാണോ കൊണ്ടിരുന്നതെന്ന് ചോദിച്ചു. അപ്പൊ തിരുമേനി തിരിച്ച് ഉടനെ തന്നെ മറുപടി പറഞ്ഞു, എന്റെ പൊന്നു ഡോക്ടറെ, തെങ്ങേന്നൊന്ന് വീണ് കിട്ടിയാലല്ലേ കൊണ്ടുവരാൻ. പിടിവാശികൾക്ക് വേണ്ടി ഞാൻ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് നിർബന്ധം പിടിക്കുന്നിടത്ത്, ഞാൻ മാത്രമേ നല്ലതുള്ളൂ എന്ന് ഒരു അഭിമാന ബോധത്തിൽ ഇങ്ങനെ ഒരു ചെറിയ കുഴിയിൽ ഇങ്ങനെ ജീവിക്കുന്നിടത്ത്, ചില പൊട്ടക്കിണറുകളിൽ സൃഷ്ടിച്ച് അതിനകത്ത് ജീവിക്കുന്നിടത്ത്, നമ്മളൊരു വിശ്വാസി എന്ന നിലയിൽ വളരുന്നത് എവിടെയാന്ന് ചോദിച്ചാൽ മറ്റു ചിലരെ കൂടെ അംഗീകരിക്കാൻ നമ്മൾ പ്രാപ്തരാകുന്നിടത്താ. ബോധ്യപ്പെട്ടോ? അവിടെയാണ് ഞാൻ യോർദാന്റെ അരികെ നിങ്ങളെ കൊണ്ടുപോയത്. എന്താണ് യോർദാന്റെ അരികെ യോഹന്നാൻ പഠിപ്പിക്കുന്നത്? ചില സിംഹാസനങ്ങളോട്, ചില അധികാരങ്ങളോട്, ചില വഴികളോട് നമുക്ക് നോ പറയാൻ സാധിക്കണം. വേണ്ടേ? അതിന്റെ മധ്യയാണ് നമുക്കൊരു സമൃദ്ധി. മരണത്തിലേക്ക് നടന്നു നീങ്ങിയ യോഹന്നാൻ പറയും, എൻ്റെ ജീവിതത്തിൽ ഞാൻ തൃപ്തനാണ്. പലർക്കും മരിക്കാൻ പേടിയാ. എന്തുകൊണ്ടാ? നമുക്ക് തന്നെ ഉറപ്പാ മരിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തോട്ട് പോകാൻ പ്രയാസമാണ്. അടുത്തിടയിൽ ഞാനൊരു കോൺവെന്റ് ധ്യാനിപ്പിക്കാൻ പോയി. അപ്പം സിസ്റ്റർമാരിങ്ങനെ കുമ്പസാരിക്കാൻ വന്നപ്പോൾ ഒരു വലിയ സിസ്റ്റർ, പ്രായമായി സിസ്റ്റർ എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നച്ച സത്യം പറഞ്ഞ ജീവിതം മടുത്തു. പാവം പിടിച്ച സിസ്റ്റർ ഈ മെന്റലി ചലഞ്ചഡ് ആയിട്ടുള്ള സ്ത്രീകളെ നോക്കുന്ന, ഈ ഭ്രാന്ത് പോലെ വന്ന ഒക്കെയുള്ള സ്ത്രീകളൊക്കെ ഉള്ള ഒരു സ്ഥാപനത്തിലാണ്. ഇവരെയൊക്കെ എന്തൊക്കെ ചെയ്തു കൊടുത്താലും ചീത്തവിളിയോട് ചീത്തവിളിയാണ്. ചിലപ്പോൾ ദേഹോപദ്രവം നടത്തും. അപ്പം ശാരീരികമായിട്ട് ക്ഷീണിച്ച് ഈ സിസ്റ്റർ എന്നോട് പറയാ, എൻ്റെ പൊന്നച്ച സത്യം പറഞ്ഞ ഈ തെറി കേട്ട് കേട്ട് ഞാൻ മടുത്തച്ചാന്ന്. ഞാൻ സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്ററെ, അതിന് നമ്മൾ അവർക്ക് ശുശ്രൂഷ ചെയ്യുകയല്ല, സ്വർഗരാജ്യത്തിന് വേണ്ടി നമുക്ക് അവകാശം തരേണ്ടതിന് അവർ നമുക്കൊരു അവസരം തരിക മാത്രമാണ് ചെയ്യുന്നത്. നമുക്ക് സ്വർഗരാജ്യത്തിന്റെ പ്രവേശനത്തിന് വേണ്ടി അവർ നമുക്കൊരു അവസരം തരിക മാത്രമാണ് ചെയ്യുക. നമ്മുടെ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും അതുപോലെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തോണം, ഇത് മുഖാന്തരം എനിക്കൊരു പ്രവേശനം സാധ്യമാകണം. വേണ്ടേ? ഞാൻ എൻ്റെ ഈ ഭാഗം കൂടെ പറഞ്ഞ് ഈ ഉച്ചവരെയുള്ള സെഷൻ അവസാനിപ്പിക്കുക. നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ തൃപ്തിക്ക് വേണ്ടി പലതും ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ആന്തരികമായൊരു സൗഖ്യം, ആന്തരികമായൊരു തൃപ്തി, സന്തോഷം ആത്മീയ ജീവിതത്തിൽ ഇല്ല എങ്കിൽ പ്രവാചകൻ പറയാണ്, തിങ്ക് അബൌട്ട് യുവർ വേസ്. നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുക. എന്തെല്ലാമാ പറഞ്ഞ? 2 വഴികളെ കുറിച്ച് ഇന്ന് രാവിലെ പറഞ്ഞു. ഏതെല്ലാമായിരുന്നു? ഒന്ന്, ബേത്ലഹേമിലേക്കുള്ള വഴി. വഴിയുടെ പ്രത്യേകത എന്താ? അന്വേഷണത്തിന്റെ വഴി. ജീവിതത്തിൽ ഒരു ദൈവാന്വേഷണം ഉണ്ടാകണം. ഇനിയും കുർബാനയ്ക്ക് വന്ന് നിൽക്കുമ്പം ചുമ്മാ ആമീൻ പറയരുത്. പറഞ്ഞു മനസ്സിലായോ? വെറുതെ ആമീൻ പറയരുത്. 2, യോർദാനിലേക്കുള്ള വഴി. വഴിയുടെ പ്രത്യേകത എന്നാ? വിട്ടുകൊടുക്കലിന്റെ വഴി. ഒന്ന് മാറി നടക്കലിന്റെ, ചിലയിടങ്ങളിൽ ചെറുതായി കൊടുക്കാൻ. അതുകൊണ്ടാണ് ഈ നോമ്പിന്റെ ആരംഭത്തിൽ ശുഭക്കോനോടെ ഹൂത്തോമ പ്രാർത്ഥന ഇങ്ങനെയാണ്: ഇതിന്റെ ആരംഭം ശുഭകരമായിരിക്കട്ടെ, ഇതിന്റെ അവസാനവും ശുഭകരമായി. നിരപ്പിന്റെ, അനുഗ്രഹത്തിന്റെ, ഒരു സമാധാനത്തിന്റെ ഒരു സന്ദർഭം ഇത് മാറട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ രാവിലത്തെ അനുഭവത്തെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.